യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ത എന്നു പേരുള്ള ഒരു കുളം. ആ കുളത്തിന് ചുറ്റും നാനാവ്യാധി പിടിച്ച മനുഷ്യരുടെ ഒരു സംഗമം. നിർദ്ദിഷ്ട സമയങ്ങളിൽ ഒരു ദൂതൻ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ഭാഗ്യവാന് സൗഖ്യം വരും. ഈ ലോട്ടറിയൊക്കെ അടിക്കുന്ന പോലെയാണ്. ആദ്യം ഇറങ്ങിയാൽ അവന് സൗഖ്യം. എന്നാൽ അവിടെ ഒരു മനുഷ്യൻ 38 ആണ്ടായി സുഖമില്ലാതെ കിടക്കുന്നു. അവൻ്റെ അവസ്ഥയറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവനെപ്പോഴും പറഞ്ഞത്, യജമാനനെ 38 വർഷമായി. 38 വർഷം എന്ന് പറയുമ്പോൾ യേശുവിനേക്കാൾ അവൻ 5 വയസ്സ് കൂടുതലുണ്ട്. 33 യേശുവിൻ്റെ പ്രായമെങ്കിൽ അവന് 38 വർഷമുണ്ട് ഇവിടെ. ഇത്രയും നാൾ ഞാൻ ഇവിടെ കിടക്കുകയാണ്. എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, മതസംഘടനകളുണ്ട്. പക്ഷേ എന്നെ അങ്ങോട്ട് നടക്കാൻ ഒരാളുമില്ല. ഈ അവസ്ഥ തുറന്നു പറയുകയും യേശു അവനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാം. ക്ഷണത്തിൽ അവന് സൗഖ്യം വന്നു. ഇത് ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നം ഉരുത്തിരിയുന്നുണ്ട് ഇവിടെ. ഈ ബെഥെസ്ത കുളത്തെപ്പറ്റി പഴയ നിയമത്തിൽ എവിടെങ്കിലും ഇത്തരമൊരു സംഭവം ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ന്യായപ്രമാണത്തിൽ, പ്രവാചക പുസ്തകങ്ങളിൽ, ചരിത്രകൃതികളിൽ, സങ്കീർത്തനങ്ങളിൽ എവിടെങ്കിലും ഇങ്ങനെ ഈ സ്ഥലത്തൊരു ദൂതനെ നിയമിക്കുകയോ ദൂതൻ കുളം കലക്കുമ്പോൾ ആളുകൾ സുഖപ്പെടുകയോ ചെയ്യുന്ന ഒരു സാക്ഷ്യപത്രം പ്രവാചകന്മാരാരും പറഞ്ഞു കാണുന്നില്ല. ഇതാണ് സൗഖ്യത്തിൻ്റെ വഴിയെന്ന് പഴയ നിയമം മുഴുവൻ പരതിയാൽ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ സംഭവം യെരുശലേമിലായതുകൊണ്ട് ഈ സ്ഥലം വളരെ ഇടുക്കമുള്ളതാണ്. നമ്മൾ കേൾക്കുന്ന യെരുശലേം ഉണ്ടല്ലോ, വാർത്താമാധ്യമങ്ങളിലൊക്കെ നിരന്തരം പ്രത്യക്ഷമാകുന്ന യെരുശലേമിൻ്റെ വിസ്തൃതി 8.3 ഏക്കറാണ് ആ ടൗൺ. അത്രേ ഉള്ളൂ. 8.3 ഏക്കർ വിസ്തൃതി മാത്രമുള്ള ആ ചെറിയ പട്ടണം 5 ചെറുമലകളുടെ സമന്വയമാണ്. 5 മലകൾ മുട്ടി ഉരുമ്മി 8.3 ഏക്കറിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് തമ്മിൽ ഇണക്കിയ നഗരം, മലമേലിരിക്കുന്ന പട്ടണം എന്നൊക്കെ യെരുശലേമിനെ വിളിക്കുക. സ്ഥലം ഇത്ര ഉള്ളെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി യെരുശലേമാണ്. അത് അയോധ്യയോ ഒന്നുമല്ല. ലോകത്തിൽ ഏറ്റവും വലിയ മതപരമായ തർക്കം നേരിടുന്ന, അതിനുവേണ്ടി ലക്ഷക്കണക്കിന് മരിച്ച, ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്ന, ചരിത്രത്തിൽ ചോര പുതച്ചുറങ്ങുന്ന മണ്ണാണ് യെരുശലേം. ഈ യെരുശലേമിൽ പിന്നെയും സോളമൻ എന്നറിയപ്പെടുന്ന അവരുടെ ആദ്യകാല രാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച ദേവാലയമുണ്ടായിരുന്നു. ആ ദേവാലയം നെബൂഖദ്നേസർ ഇടിച്ച് തകർക്കുന്നുണ്ട്. തകർത്ത ദേവാലയം ഹെരോദ എന്ന് പറയുന്ന ഒരു രാജാവ് പുതുക്കി പണിയുന്നുണ്ട്. കാലം കൂടെ കഴിഞ്ഞപ്പോൾ അത് കാലഹരണപ്പെടുമ്പോൾ മുത്തുകളാൽ, വഴിപാടുകളാൽ അലങ്കരിച്ച് മനോഹരമാക്കുന്നുണ്ട്. ഇവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ ദിവസം പ്രതി വരുന്നുണ്ട്. ഇത്രയും ആളുകൾ വരുന്ന ഇത് ഈ സ്ഥലത്തിൻ്റെ ആട്ടുവാതിൽക്കൽ എന്നറിയപ്പെടുന്നൊരു ഗോപുരം. ആ സ്ഥലത്ത് ഇങ്ങനൊരു കുളമുണ്ടായിട്ടും ഇത്രയേറെ ആളുകൾ ഇവിടെ കിടന്നിട്ടും അതിലൊരുവന് സൗഖ്യം വന്നിട്ടും നിരന്തരം ഈ ഇളക്കം കാത്ത് ആളുകൾ വന്നിട്ടും എന്തേ പഴയ നിയമത്തിലെന്നും ഇങ്ങനൊരു കാര്യം കാണുന്നില്ല? പ്രശ്നം മനസ്സിലായോ? മാത്രമല്ല, ഈ കുളത്തെയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സൗഖ്യത്തെയും കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല? മോനെ, ഞാൻ ഈ ദൂതനോടൊന്ന് പറയാം, നിൻ്റെ ഇഷ്ടത്തിന് കലക്കാം,
ദൂതൻ എൻ്റെയാണ്, അങ്ങേര് കലക്കുമ്പോൾ ചാടിക്കണം. ഞാൻ പറയാം. യേശു പറഞ്ഞില്ല. മാത്രമല്ല, ദൂതൻ അങ്ങനെ ചെയ്തോ, എൻ്റെ കൽപ്പന അനുസരിച്ച് ആ ദൂതൻ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ഞാനതില്ലാതെ നിന്നെ അവിടെ ഇറക്കാം. എവിടെയും ബെഥേസ്തയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഈ അത്ഭുത ആരവാരങ്ങൾക്ക് പിന്നിൽ യേശുവിൻ്റെ അറ്റസ്റ്റേഷൻ കാണുന്നില്ല. മൂന്നാമത്തെ പ്രശ്നം, നിങ്ങളും ഞാനും വായിച്ച വേദഭാഗം നോക്കിയാൽ, ഒരു ദൂതനിറങ്ങി വെള്ളം കലക്കും, ആദ്യം ഇറങ്ങിയവന് സൗഖ്യം വരും എന്ന വചനം ഒരു ബ്രാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിനും അർത്ഥമുണ്ട്. ഈ പറയപ്പെട്ട കാര്യം അന്നാട്ടുകാർക്കിടയിൽ ഇരുന്നൊരു വിശ്വാസം മാത്രമാണ്. ഇത് ദൈവികമായ സൗഖ്യം നടക്കുന്നൊരു സ്ഥലമോ യേശുവോ അപ്പോസ്തലന്മാരോ പഴയ നിയമ പ്രവാചകന്മാരോ ഒരു ദൂതനെ ആക്കി വയ്ക്കുകയോ ഈ ദൂതൻ ഇങ്ങനെ കലക്കുമ്പോൾ സൗഖ്യമാകുന്ന സംഭവത്തിന് ഒരു സാക്ഷ്യപത്രം നൽകുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല, നിന്റെ സൗഖ്യം ഇവിടെയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവനെ ആ സൗഖ്യത്തിന് വിട്ടുകൊടുക്കാതെ ആ സൗഖ്യത്തിൻ്റെ പ്രചരണ കോലാഹലങ്ങൾക്കിടയിൽ നിന്ന് പറയുക, ഇനി ഇവിടെ കിടക്കണ്ട, നീ ഇവിടെ നിന്നെ കിടക്കെടുത്ത് നീ നടക്കണം, നീ യാത്ര ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ, ബെഥേസ്തയെ ചുറ്റിപ്പറ്റി നിന്ന അത്തരം ധാരണകളെ മുഴുവൻ പൊളിച്ചെടുക്കി, ബെഥേസ്ത വഴിയല്ല നിന്റെ സൗഖ്യമെന്നും നിന്റെ സൗഖ്യത്തിൻ്റെ കാരണഭൂതൻ യേശുക്രിസ്തു എന്ന അനന്യനായ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഉള്ള സുവിശേഷത്തിൻ്റെ മഹിമയുടെ പ്രകാശനമാണ് ഈ വാക്കുകളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, നിങ്ങൾ ഇത്തരത്തിൽ ഇതിനെ മനസ്സിലാക്കും. ഈ സംഭവത്തിന് ശേഷം പിന്നെയും ദൂതൻ്റെ കലക്ക് കാണുന്നില്ല, ആരും ചാടുന്നത് കാണുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും കാണണം. ഇന്നും ആരെങ്കിലും കലക്കണം, ഇപ്പോഴും ചാടണം. എവിടെ വെച്ച് ദൂതൻ സ്റ്റോപ്പ് ചെയ്തെന്നും അറിയില്ല. ഈ പ്രോഗ്രാം എവിടെ നിർത്തിക്കളഞ്ഞെന്നും അറിയില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ ബെഥേസ്ത എന്ന ചിന്താധാരയുടെ അടിത്തറ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് ബെഥേസ്തയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാഴ്ചപ്പാടുകളുടെ പ്രഹസനങ്ങളെ മുഴുവൻ മാറ്റി സൗഖ്യം എന്നതിൻ്റെ പൊരുള്, അതിൻ്റെ അർത്ഥമെന്ത് എന്ന് അരിമനാഥൻ സ്ഥാപിച്ചെടുക്കുകയാണ് ഇവിടെ. അങ്ങനെ യേശു തകർത്ത ഒരു ചിന്താധാരയുടെ ഒരു വിശ്വാസ വീക്ഷണത്തിൻ്റെ പേരാണ് ബെഥേസ്ത. ഇത് മനസ്സിലാകാതെ നമ്മൾ ഇപ്പോഴും ബെഥേസ്ത മിനിസ്ട്രി രജിസ്റ്റർ ചെയ്യും. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നോട് ഞാനൊരു ബെഥേസ്ത മിനിസ്ട്രി പ്രസംഗിക്കാൻ പോയപ്പോൾ ആളോ ഞാൻ ആത്മാവ് തന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊരു ഭയങ്കര ആത്മാവാണല്ലോ. കാരണം കർത്താവ് പൊളിച്ച സാധനമാണ് ബെഥേസ്ത. അതിനെ ചുറ്റിപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും യേശു പ്രകീർത്തിക്കുന്നില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ സംശുദ്ധി പരിശോധിക്കാതെ ഒരു ആപ്ലിക്കേഷൻ കൈക്കൊള്ളും. ചില്ലെങ്കിലും പ്രാർത്ഥിക്കുമല്ലോ, സഹായം വരുന്ന പർവ്വതം. അങ്ങനൊരു പർവ്വതമൊന്നുമില്ല. പണ്ട് തിരുവല്ലയിൽ ഇങ്ങനെ സഹായം വരുന്നൊരു പർവ്വതം ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ചു പൂട്ടിപ്പോയി. സഹായം വരുന്ന പർവ്വതം എന്നൊരു പർവ്വതമില്ല, ഒരു പർവ്വതത്തിൽ നിന്നും വരുന്നില്ല. ഞാൻ യഹോവയിലേക്ക് നോക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ പറയും സഹായം വരുന്ന പർവ്വതത്തിലേക്ക് കണ്ണുയർത്തും. തിരുവെടുത്ത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കാത്ത അപര്യാപ്തതയിൽ നിന്ന് പിറക്കുന്ന, അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്ക് തരുന്നതിൻ്റെ ആകത്തുകയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വ്യാഖ്യാനങ്ങളാണ് ഈ ബെഥേസ്തയുടെ നിലനിൽപ്പെങ്കിൽ നമുക്കതൊന്ന് കാര്യമായിട്ട് പരിശോധിച്ചു പോവാം. സന്തോഷമാണോ? നിങ്ങൾക്കൊരു സന്തോഷമില്ല? ഞാനിങ്ങനെയൊക്കെ പറയുന്നൊരു ഉപദേശിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പാസ്റ്റർ വിളിച്ചത്. അപ്പോൾ എൻ്റെ ഒരു രീതിയുണ്ട്, അത് വിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വചനസത്യങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് വേണം നിങ്ങൾ കേൾക്കാനും ഞാൻ പ്രസംഗിക്കാനും. ഹല്ലേലൂയ. ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കണം. നമുക്കിനി ഈ സ്ഥലത്തേക്കൊന്ന് വരാം. ബെഥേസ്ത അത് യെരുശലേമിലൊരു കുളമാണ്. ക്ഷമിക്കണം, ഞാൻ ഈ കുളമൊക്കെ ഒത്തിരി തവണ കണ്ടിട്ടുള്ള ഒരാളാണ്. അവിടെ പോയി എന്ന് പറയണമെന്നില്ല. പക്ഷേ ഈ കുളം ഇന്ന് വറ്റി വരണ്ടിട്ട് ആളുകൾ എന്നിട്ടും വെള്ളം തേടി ചെല്ലുന്നുണ്ട്. വറ്റി വരണ്ട് കിടക്കുന്ന ഈ കുളത്തിൽ വെള്ളമില്ലാഞ്ഞിട്ട് യോർദാനിലെ വെള്ളം പമ്പ് ചെയ്തടിച്ചത് നിറയ്ക്കുകയാണ്.
നീ കോമള വരാൻ വേണ്ടിയൊക്കെയുള്ള പണി ഇപ്പോഴും കൃത്രിമമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ജൂതനല്ലേ പാർട്ടി, അവനകത്തൊരു കോമള വരുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. അവനോട് കയറി കളിക്കരുത്, കളിച്ചാൽ എന്തൊക്കെ കിട്ടുമെന്ന് പത്രം വായിച്ചാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാരാ എന്താണെന്നൊക്കെ ആളറിഞ്ഞ് കളിക്കേണ്ട ഒരു ജനുസിൻ്റെ പേരാണ് ജൂതൻ. അത് നാളെ രാത്രിയിലൊക്കെ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ചില അടിത്തറകളിൽ നിന്നിട്ടാണ് നമ്മൾ പോകുന്നതും. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ബഹുമാനരെ, ഈ കുളത്തിൽ ഇന്ന് വെള്ളമില്ല, പക്ഷേ എന്നിട്ടും നമ്മുടെ നാട്ടുകാരവിടെ പോയി വെള്ളമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരവിടെ പോയി മണ്ണും കൊണ്ടുവരുന്നുണ്ട്, കല്ലും കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ പൈസ കൊടുക്കണം. മണ്ണും കല്ലും ഒക്കെ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഈ ചെയ്യുന്ന പോലെ വൻതോതിൽ ടിപ്പറെ കൊണ്ടുവരികയല്ല, ഒരു ചെറിയ പീസ് മണ്ണ്, ഒരു ചെറിയ കല്ല്, ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതിന് ഭയങ്കര പൈസയാണ്. വേറൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്, അത് രസകരമാണ്. അവിടെ ഗ്രോട്ടോ ചർച്ച് എന്ന പേരിലൊരു ചർച്ചുണ്ട്. അത് ബേത്ലഹേമിലാണ്. ആ ഗ്രോട്ടോ ചർച്ചിൽ ആ സ്ഥലത്താണ് യേശുക്രിസ്തു ജനിച്ചത് എന്നാണ് ആളുകളുടെ ധാരണ. അതിൻ്റെ അടുത്ത് അവിടെ ഏതായാലും യേശു ജനിച്ച ആ കൃത്യസ്ഥലത്ത് ഒരു നക്ഷത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം യേശു ആ ജനിക്കുകയും പ്രശാന്ത രഘുവംശത്തെപ്പോലൊരാൾ കൃത്യമായിട്ടത് പോയി കണ്ടുപിടിച്ച് ലൈവ് ചെയ്ത് സ്പോട്ട് ചെയ്തല്ലോ. അത് വലിയൊരു കാര്യമാണ്. ആ ജനിച്ച സ്ഥലം കൃത്യം, ടി വി ഒന്നും ഇല്ലാത്ത കാലത്ത് അദ്ദേഹത്തെപ്പോലെ ആരോ മിടുക്കന്മാർ കണ്ടുപിടിച്ച് അവിടെ ഒരു നക്ഷത്രം ഇട്ടു. ആ നക്ഷത്രം ഉള്ള നന്നായി, അല്ലേ പലരും നക്ഷത്രം എണ്ണി തന്നെ ജനിച്ച സ്ഥലം ഏതാന്നോർത്ത് വിഷമിച്ചു പോയനെ. അവിടെ ഒരു സാധനം കിട്ടും അങ്ങോട്ട് മാറിയിട്ട്. അത് ഒരുതരം മാവാണ്, ഒരുതരം പൊടി മാവാണെന്ന് എനിക്ക് തോന്നിയതാണ്, വേറൊന്നുമല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനെ താരാട്ട് പാടി പണ്ട് മറിയം ഇങ്ങനെ ഉറക്കുകയാണ് പാല് കൊടുത്തുകൊണ്ട്. അതിൻ്റെ പിന്നിൽ ഐതിഹ്യമാണ്. കർത്താവിനെന്തോ ബുദ്ധിമുട്ട് വന്നു, ഈ മുലപ്പാൽ കക്കി പുറത്ത് വീണു. കുട്ടികളല്ല അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ സാധനം അവിടെ കിടപ്പുണ്ട്. അത് പാറപ്പുറത്ത് ഇങ്ങനെ കിടക്കുകയാണ്, ഇഷ്ടംപോലുണ്ട്. അതെന്തോ ഭക്ഷണം എടുപ്പാണെന്ന് നമുക്കറിയാൻ പറ്റില്ല, അപാര ഇരയെടുപ്പാണ്. ഇത് പൊടിയായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇത് മൈദയാണെന്നുള്ള കാര്യം പ്രഥമദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാവും. ഈ സാധനം 2000 വർഷമായിട്ട് തീർന്നിട്ടില്ല. ഇന്നിവിടെ കൊണ്ടുവരുന്നുണ്ട്. $10 എങ്ങാണ്ടാണ് ഒരു കുപ്പിക്ക്, ചെറിയൊരു കുപ്പി. നമ്മുടെ വായുഗുളിക കുപ്പിയുടെ വലിപ്പമുള്ള ഒരു കുപ്പിക്ക് $10 കൊടുക്കണം. അപ്പോൾ ഇത് കൊണ്ടൊന്ന് നമ്മൾ കുടിച്ചാൽ എനർജി വരുമെന്നോ ഏതാണ്ടൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വിശ്വാസധാരകളുടെ ഒരു സംഗമമാണ് ഈ ഭൂപ്രദേശം. അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ബെഥേസ്ദയ്ക്ക് ചുറ്റും ആളുകളുണ്ട്. ഇതുപോലെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. നിങ്ങൾക്കറിയേണ്ടേ, ലോകത്തിലെ സകല തീർത്ഥാടന കേന്ദ്രത്തിലും നാട്ടുകാരൻ കാര്യമായിട്ട് പോകാറില്ല. പോകും കച്ചവടത്തിനാണ്. അല്ല, അവൻ ഈ ത്യാഗം സഹിച്ച് വിഷമിച്ചൊന്നും ഇതിൻ്റെ പുറകെ പോകലെന്ന് മാത്രമല്ല, വരുന്ന സകല ഭക്തരോടും പറയും അടുത്ത വർഷവും വരണം, ഭയങ്കര വിടുതലാണ് ഇവിടെ നടക്കുന്നത്. ആ പദമല്ല, അത് നമ്മുടെ പദ വിടുതൽ അല്ലേ. അപ്പോൾ ഇവിടെ ഭയങ്കര പ്രവൃത്തിയാണ്. കഴിഞ്ഞ വർഷം വന്നവന് സൗഖ്യം, ഈ വർഷം വന്നവന് സൗഖ്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചാട്ടം കറക്റ്റായിരിക്കണം. ചാടും, വെള്ളം അങ്ങോട്ട് കലക്കും, ചാടിക്കണം. എന്നെപ്പോലൊക്കെയുള്ള മനുഷ്യരാണെങ്കിൽ ഈ 1 2 3 പറഞ്ഞ് 3 4 പേര് ചാടി എന്ത് ചെയ്തിരുന്നു? ദൂതൻ വിഷമിച്ചു തന്നെ. ഫോട്ടോ ഫിനിഷിങ് കണ്ടുപിടിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ആരാണ് ആദ്യം ചാടിയ നിർത്ത് ദൂതൻ തന്നെ വിഷമിക്കും. അപ്പോഴേ ഈ സ്ഥലം നിങ്ങൾ വരുത്തിയാൽ മനസ്സിലാകും, ഒട്ടേറെ അന്ധവിശ്വാസങ്ങളുടെ ദുരാചാരങ്ങളുടെ ഒരു കോട്ട. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ, അപ്പുറത്ത് വിലപേശി വിൽക്കുന്ന പലതരം ഉൽപ്പന്നങ്ങൾ, പിന്നെയും നമ്മുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന 100 ഏജൻസികൾ, എല്ലാം കൂടെ കൂടി ഈ സ്ഥലത്ത് നിരവധി രോഗികളെ കൊണ്ടിങ്ങനെ ഇടുക. പക്ഷെ ഒരു കാര്യം കൂടി പഠിക്കണം. ലോകത്തിലെ ഏത് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെന്നാലും അവിടെ കാണാം ഒരു ബോർഡ്, യാചക നിരോധന മേഖല. അതിൻ്റെ അർത്ഥം അവിടെ കഴിഞ്ഞ വർഷം കണ്ടവൻ ഈ വർഷം കൊണ്ട് അവരിങ്ങനെ സെറ്റ് കൂടി വന്നിരിക്കുക. അവർക്കും യൂണിയനുള്ള കാലമാണെന്ന് ഓർത്തോണം. നമ്മുടെ വണ്ടി നിരന്നിരിക്കുക. കണ്ണറിയാത്ത, കൈവയ്യാത്ത, അംഗവൈകല്യമുള്ള ധാരാളം ആളുകൾ ഒരു നാണയത്തൊട്ടിന് വേണ്ടി കൈനീട്ടിങ്ങനെ നിൽക്കുമ്പോൾ ത്യാഗം സഹിച്ച് ഈ സ്ഥലത്തേക്ക് ബെഥേസ്ദയിലേക്ക് ചെല്ലുന്ന നിങ്ങൾ മനസ്സിലാക്കണം, സാറേ ഇവിടെങ്ങും ഒരു പ്രോഗ്രാമും നടക്കുന്നില്ല. നടക്കുന്നത് ഞാൻ ഈ ഇരിക്കുമോ എന്ന് അവനീ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ?
വർഷം എത്രയായി ഞാൻ ഈ ഇരിപ്പ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും ഇതിനകത്തിരിക്കുന്നു, അതിനകത്തിരിക്കുന്നവനും അതുപോലെ ഇരിക്കുന്നു. അവനും വ്യത്യാസമില്ല, എനിക്കും വ്യത്യാസമില്ല. പിന്നെ വർഷാവർഷങ്ങളിൽ അവനെ ഒന്ന് പുതുക്കും, എനിക്കാണേ അതുപോലുമില്ല. ഈ അവസ്ഥയിൽ ബെഥേസ്ദയുടെ അവസ്ഥ ഇതാ, കുളത്തിന്റെ അവസ്ഥ ഇതാ, ജനത്തിരക്ക് ഇങ്ങനെയാ. പക്ഷെ ഇതിന്റെ പിന്നിലെ വ്യാവസായിക താല്പര്യങ്ങളെ നാട്ടുകാരനിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് പറയാൻ തുടങ്ങി. ഭയങ്കര സൗഖ്യം, ഭയങ്കര ആശ്വാസം, എന്തോ ഒരു അത്ഭുതം, എന്തോ ഒരു വിടുതൽ. ഇതിങ്ങനെ കേട്ട് തഴമ്പിച്ച കാതുകൾ അവിടെ ധാരാളമാണ്. ഇതിൻ്റെ ഇടയിലാണ് വ്യത്യസ്തമായ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ. നസ്രായനായ യേശു അതുവഴി വന്നു. ഒരു കാര്യം ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് മനസ്സിലാക്കിക്കൊള്ളണം. വരുന്നത് യേശുവെങ്കിൽ വ്യത്യസ്തമായൊരു പ്രവൃത്തി അവിടത്തേക്ക് ചെയ്യാൻ കഴിയും. വരുന്നത് യേശുവെങ്കിൽ, ഇടപെടുന്നത് അവനെങ്കിൽ, ആർക്കും ചെയ്യാനാവാത്ത ഈ നിലയിൽ അവിടുത്തേതായ ഒരു സൗഖ്യത്തിന്റെ സ്പർശം യേശുക്രിസ്തുവിന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് യേശു ഒരു സ്ഥലത്ത് ചെന്നാൽ, യേശുവിന്റെ അനുഗാമികളായ സുവിശേഷകർ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെയുള്ള ഇത്തരം വിശ്വാസധാരകളെല്ലാം കാലഹരണപ്പെട്ടിരിക്കും. മറ്റൊന്നിനും അവിടെ പ്രവർത്തിക്കാനാവാത്ത വിധത്തിൽ യേശുവിന്റെ ആധിപത്യം അവിടെ ചെലുത്തും. സുവിശേഷം അതിന്റെ ആധിപത്യം കൃത്യമായി ജനഹൃദയങ്ങളിൽ ചെലുത്തും. അത് തിരിച്ചറിഞ്ഞ ഞങ്ങൾ അതിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന നസറേയനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സാരാംശം ഇങ്ങനെ അവതരിപ്പിക്കട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുവിനെ ഉയർത്തുക വഴി ഇത്തരം വിശ്വാസധാരകളുടെ അടിത്തറകൾ മുഴുവൻ മാന്തി അദൃശ്യനായ ദൈവത്തിന്റെ തേജസ് അവിടെ വ്യാപരിപ്പിച്ചിട്ട് ഒരു പുത്തൻ അനുഭവത്തോടെ ദേശത്തെ പരിപൂർണമായി സമഗ്രമായി മാറ്റിയെടുക്കാൻ ഈ സുവിശേഷത്തിന് സാധിക്കും എന്നതിന്റെ തെളിവാ ഇന്ന് ബെഥേസ്ദ കണ്ടാൽ പായൽ പിടിച്ചൊക്കെ അവിടെ കിടപ്പുണ്ടെന്നേ. പഴയ ആൾ തിരക്കൊന്നുമില്ല. അവിടുത്തെ തിരക്ക് ആരെങ്കിലും അറിയാത്ത ആളുകൾ പണ്ട് ഇവിടെ ആയിരുന്നില്ലേ ഇതൊക്കെ നടന്നത് എന്നോർത്താണ് പോകുന്നതെങ്കിൽ ഭക്തന്റെ ശ്രദ്ധ ഈ കുളം കലങ്ങുന്നുണ്ടോ, ഇവിടെ ദൂതൻ വരുന്നുണ്ടോ, ആളിവിടെ കിടന്ന് സൗഖ്യമാകുന്നില്ല. ഇതുവഴി യേശു കടന്നുപോയിട്ടുണ്ടല്ലോ. ഇവിടെ 38 ആണ്ടുകൾ ഈ കുളത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പരമ്പരാഗതമായ രോഗത്തിന്റെ അല്ലെങ്കിൽ തകർച്ചയുടെ, പരാജയത്തിന്റെ, നിരാശയുടെ ആഴക്കയങ്ങളെ ശുദ്ധീകരിച്ച് ഒരു പുതുമയുടെ തെളിച്ചത്തിന്റെ വലിയ പ്രവൃത്തി ചെയ്ത ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു പുത്തൻ അനുഭവത്തെ പ്രഘോഷിക്കാനേ ഭക്തന് സാധിക്കൂ. ആ ആത്മാവും ആ വിവേകവും ആ ബോധവും ആ കരുത്തും നമ്മൾ രൂപപ്പെടട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇതിലറിയേണ്ട മറ്റൊരു കാര്യം, ഞങ്ങളിതാണ് ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്യുന്നത്. ഞങ്ങളിതാ എഫെസോസിൽ ചെയ്തത്, കൊരിന്തിൽ ചെയ്തത്, ഫിലിപ്പിയായിൽ ചെയ്തതൊക്കെ ഇതാ. ഞങ്ങൾ ഫിലിപ്പിയിൽ ചെന്നു പരിണിതഫലമായി സംഭവിച്ച കേൾക്കണ്ടേ? അവിടെ എത്ര വിടുതലുകളാണ് സംഭവിച്ചത്. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം പോലും അവിടെ കുലുങ്ങി തകർന്നടിഞ്ഞിട്ട് കാരാഗൃഹത്തിനകത്തും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പിച്ചു. സ്തോത്രം. ഇതാണ് ഫിലിപ്പിയിൽ ചെയ്തതെങ്കിൽ തത്വചിന്തകളുടെ തറവാട്ടുഭൂമിയിൽ ഏതൻസിൽ ചെന്ന് പൗലോസ് ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അരയോപകുന്നെന്ന് പറയുന്ന പ്രഭാഷണ വേദിയുണ്ട്. ആ പ്രഭാഷണ വേദിക്ക് നെടുനായകത്വം വഹിക്കുന്ന അരയോപക സ്ഥാനീയൻ സ്നാനമേറ്റ് യേശുവിനോട് ചൊല്ലുന്നു. സ്തോത്രം. എവിടെയൊക്കെ സുവിശേഷം ചെന്നോ, സത്യാത്മാവിൽ അത് അറിയിച്ചോ, സ്ഥിതിക്ക് ഭേദം വന്നു. എഫെസോസിൽ ചെല്ലുമ്പോൾ അവസ്ഥ അറിയണ്ടേ? ചരിത്രത്തിൽ അക്കാലഘട്ടത്തിൽ എഫെസോസ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരമായിരുന്നു. അതും ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ആ സ്ഥലത്ത് അർത്തമീസ് എന്നറിയപ്പെടുന്ന എഫേസ്യരുടെ ആകാശരാജ്ഞി എന്നറിയപ്പെടുന്ന ദേവതയുടെ പടുകൂറ്റൻ ശില്പമുണ്ടായിരുന്നു. ആ വെണ്ണക്കൽ ശില്പം അതിനെ ആരാധിക്കാൻ വേണ്ടി വന്നുകൊള്ളുന്ന ആളുകളുണ്ടായിരുന്നു. അവിടുത്തെ പുരോഹിത ശുശ്രൂഷകൾ ചെയ്യുന്നത് സ്ത്രീകളായിരുന്നു. 16,000-ലധികം അന്തേവാസികൾ സ്ത്രീകളായി അവിടെ പാർത്തുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളും ക്രിയകളും ചെയ്ത നാട്ടിലേക്ക് ധന്യനായ പൗലോസ് യേശുക്രിസ്തുവിന്റെ സുവിശേഷവും ദൈവപരിശുദ്ധാത്മാവിന്റെ ശക്തിയും പ്രകടിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കേൾക്കണ്ടേ? ഇന്ന് ഏതെങ്കിലും മ്യൂസിയത്തിൽ ചെന്നാൽ പഴയ അർത്തമീസിൻ്റെ ഒടിഞ്ഞ കയ്യും കാലും ഒക്കെ കാണാൻ സാധിക്കും. അവിടെ ഇരിക്കുക. കാലകരണപ്പെട്ടു. ഒറ്റവാക്കി പറഞ്ഞാൽ ഈ പുസ്തകം ഉണ്ടല്ലോ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പുസ്തകം അനവധി ശക്തികളെ കാലകരണപ്പെട്ട് മ്യൂസിയത്തിൽ കയറ്റിയ പുസ്തകത്തിൻ്റെ പേരാ വിശുദ്ധ ബൈബിൾ. അനവധി അനാവശ്യങ്ങളായ അധാർമികതയുടെ അടിത്തറകൾ മുഴുവൻ തകർത്ത് അവയൊക്കെ നിരാകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലെ അന്ധവിശ്വാസങ്ങൾ, തെറ്റായ ധാരണകളെ ഒക്കെ മാറ്റിമറിച്ച ആ തുല്യമായ പ്രവൃത്തിയുടെ ശക്തി സ്രോതസ്സിന്റെ പേരാ വിശുദ്ധ ബൈബിൾ. ആ ബൈബിളും അതിൽ വിരാജിക്കുന്ന നസ്രായനായ യേശുവും ഉലകത്തിന്റെ പരിവർത്തനത്തിന്റെ ഒരേ ഒരു കേന്ദ്രബിന്ദു എന്നുള്ള സത്യസന്ധമായ ആ വചനം വീണ്ടും ഈ നാടിന്റെ വിമോചനത്തിനും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി ഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ സുവിശേഷം ആവർത്തിക്കുന്നു. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം
സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കണം. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്യുന്നതും ലോകത്തെവിടെ ചെയ്യുന്നതും ഇതേ പ്രവൃത്തിയാണ്. ഈ അടുത്ത കാലത്ത് ആദരണീയനായ ഒരു സമുദായ നേതാവ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു പരാമർശമുണ്ട്. നമ്മൾ പണം കൊടുത്ത ആളുകളെ വിശ്വാസത്തിൽ ചേർക്കുന്നു. ഞാൻ കുറേ വിശദീകരണം പറഞ്ഞ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. പണം കൊടുത്ത് ആളുകളെ ഇങ്ങനെ പെന്തക്കോസ്തിലാക്കുന്നു. എന്തൊരു പ്രഖ്യാപന! പെന്തക്കോസ്തിൽ ആളുകളെ ആട്ടെ പണം കിട്ടി ഇതിൽ വന്നവരും പണം കൊടുത്തതിൻ്റെ ഭാഗമായവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണം കൊടുത്തതിൻ്റെ ഭാഗമായവരുള്ള പലർക്കും ആ സത്യം പറയാനൊരു മടിയുണ്ട്. വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ അതിരുകളില്ലാതെ ചിലവഴിക്കുന്ന ദൈവമക്കൾ ഇന്നിവിടെ ഉണ്ട്. കണക്കില്ലാതെ ചിലവഴിക്കുന്നവർ. ഹല്ലേലൂയ. ഈ സ്നാനപ്പെടാൻ ഒരാൾക്കും പണം കൊടുത്ത പാരമ്പര്യം പെന്തക്കോസ്തകൾക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ സാറൊന്നും പറയാത്തൊരു കാര്യമാണ്. ഒരല്പം പണം സ്നാനപ്പെടുത്തി കഴിയുമ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും. സാർ ഇത്ര നാളായിട്ടിത് പറഞ്ഞിട്ടില്ല ഈ രഹസ്യം. പക്ഷെ എത്ര ആയിരം കണക്കിന് മനുഷ്യരെ സ്നാനപ്പെടുത്തി അവരെല്ലാം വണ്ടിക്കൂലി കൊടുത്താ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാനൊരു പാവം മനുഷ്യനായിട്ട് പറഞ്ഞ സ്നാനപ്പെടുത്തി കഴിയുമ്പോഴേ ഒരല്പം ചില്ലറ മാത്യൂസ് ഡേവിഡ് ഭാഷ നമ്മുടെ പോക്കറ്റ് വീഴുകയല്ലേ. തല കുലുക്കുന്നുണ്ടോ അവിടെ ഇരുന്ന്? ചോദിച്ചു നോക്ക് സീനിയർ പാസ്റ്ററോട്. ഇങ്ങേരി ഇവിടെ നിന്ന് കറങ്ങണ്ട, വണ്ടിക്കൂലി തന്നാ. നിയമം ഉണ്ടായിട്ടല്ല, സ്നേഹം ഉണ്ടായിട്ട് തന്നാ അല്ലേ? അല്ല, അതിന് മുമ്പ് നമ്മൾ സ്നാനപ്പെട്ടുകൊണ്ട് പറയണോ നിനക്ക് ഇത്ര തരാം? ഒന്നുമില്ല. ഞങ്ങൾ എങ്ങനെ പറഞ്ഞാൽ സുവിശേഷത്താൽ ആളുടെ നേടുന്നറിയണ്ടേ? കുഞ്ഞുങ്ങളെ ലോകത്തിൽ കഷ്ടമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്നവന് തന്നെ കഷ്ടത സഹിച്ചവനാ, ക്രൂശ് സഹിച്ചവനാ. ക്രൂശ് എടുത്തവനെ അനുഗമിക്കാൻ വിളിക്കുമ്പോൾ വരുന്നവരാ ഈ വിശ്വാസത്തിൻ്റെ ഭാഗം. ഹല്ലേലൂയ. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊരു അനുഭവസാക്ഷ്യമായിട്ട് പറയാം. എന്തതല്ല, ഈ രാജ്യത്ത് എങ്ങനെയാണ് ആളുകൾ മതപരിവർത്തനം ചെയ്തൊരു ചരിത്രം ഇവിടെ വന്ന് പറഞ്ഞില്ല പിന്നെ ഒക്കില്ല. മതപരിവർത്തനം നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അപ്പം ചില പാസ്റ്റർമാരതിന് പറയും ഇത് മതപരിവർത്തനമല്ല പിന്നെന്താ. അപ്പോൾ പിന്നെ സർക്കാർ തരുന്ന SLC ബുക്കിൽ മതം ചോദിക്കേണ്ടത് മതമൊന്നുമില്ല, മനസ്സ് പരിവർത്തനം ചെയ്തു എന്ന് എഴുതിയാൽ കാര്യം നടക്കുമോ? അവിടെ മതവും തന്നെ എഴുതുന്നുണ്ട്. അങ്ങനല്ലേ? അപ്പോൾ അതിന് മതമൊന്നല്ല പിന്നെ വേറെന്തോ പേര് പറയുന്നത്. അതിപ്പോൾ നമ്മൾ വേറെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിശ്വാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് തന്നെ പറഞ്ഞില്ലെങ്കിൽ കാര്യം നടക്കില്ല. വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് തരില്ല. എൻ്റെ ഇത്രയും നാളത്തെ ജീവിതാനുഭവത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി വില്ലേജ് ഓഫീസർ. അയാളായി ജാതി ചോദിക്കുന്നില്ല. ചോദിക്കുകയാണോ? രേഖാമൂലം ജാതി എഴുതുന്ന മനുഷ്യനാ വില്ലേജ് ഓഫീസർ. ഇല്ലേ കാര്യം നടക്കുകയില്ല. പുള്ളിയല്ല ഇതുണ്ടാക്കിയ റവന്യൂ വകുപ്പുണ്ടാക്കിയ സാധനം. പക്ഷേ രേഖാമൂലം ജാതി ചോദിക്കുന്ന ആരാ? വില്ലേജ് ഓഫീസർ, റവന്യൂ വകുപ്പ്. അപ്പോൾ ഒരല്പം എനിക്ക് ഇതിൽ പറയാനുണ്ട്. ഈ മതപരിവർത്തനത്തിൻ്റെ ഒരു ചരിത്രം ഇന്ത്യയിലെടുത്താൽ രണ്ട് തലം എനിക്കതിന് പറയാനുണ്ട്. എന്നിട്ട് പ്രദേശത്തിലേക്ക് വരാം. ഏറ്റവും ശക്തമായ മതസ്വാംശീകരണവും മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത രണ്ട് മഹാരഥന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. ഒരാൾ മഹാത്മജിയാണ്, രണ്ടാമതൊരാൾ ഡോക്ടർ BR അംബേദ്കറാണ്. മതപരിവർത്തനം ചെയ്യുന്നതൊരു കുറ്റമെങ്കിൽ 5 ലക്ഷം അനുഗാമികളെയും കൊണ്ട് ബുദ്ധമതം സ്വീകരിച്ച ആളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. അതാ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. 5 ലക്ഷം പേര്. മഹാത്മജി ചെയ്തത് മറ്റൊരു പ്രവൃത്തിയാണ്. അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, അവസരവുമില്ല. വീഡിയോ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് എന്തിനാ പറഞ്ഞേ? ഇതെന്തിനാണ് ചെയ്തത്, എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ നിങ്ങളുടെ എല്ലാവരെയും ശ്രദ്ധ ഞാൻ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്നൊരു സ്ഥലത്തേക്ക് ക്ഷണിക്കുക. ഒരു എസ്റ്റേറ്റാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ടീച്ചറുണ്ടല്ലോ, മുൻ മന്ത്രി MLA, അവർ മെമ്പറായിരിക്കുന്ന ആ ഭൂപ്രദേശം, ഇന്നത്തെ എയർപോർട്ടൊക്കെ ഉള്ള സ്ഥലത്ത് 200 ഏക്കർ വരുന്ന അഞ്ചരക്കണ്ടി എസ്റ്റേറ്റ്
നിയമപ്രകാരം അഞ്ചരക്കണ്ടി എസ്റ്റേറ്റിൻ്റെ വലിപ്പം 200 ഏക്കറെങ്കിലും 1000 ഏക്കറിലധികം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉടമ മാർഡോക്ക് ബ്രൗൺ എന്നറിയപ്പെടുന്ന ഒരു സായിപ്പായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ചേർന്നുകൊണ്ട് ഇത്രയും സമ്പത്ത് ഭൂസ്വത്ത് ആർജിച്ച ഇയാൾ വലിയൊരു പണ്ഡിതനായിരുന്നു. അയാൾക്ക് 7 ഇന്ത്യൻ ഭാഷകളും 6 യൂറോപ്യൻ ഭാഷകളും അനായാസേന സംസാരിക്കാൻ അറിയാം. കുശാഗ്രബുദ്ധിയായ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കി, ഈ കമ്പനി പറയുന്ന തൊഴിലാനുകൂല്യങ്ങൾ കൊടുത്ത് തൊഴിലാളിയെ നിർത്തുന്നതിനേക്കാൾ നല്ലത് കിട്ടുമെങ്കിൽ കുറേ പണിക്കാരെ അടിമകളായി വിലയ്ക്ക് വാങ്ങിയാൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്ത് ജോലി ചെയ്യിക്കാം. ബോംബെ പ്രസിഡൻസിയുടെ കീഴിൽ കിടന്ന ഈ ഭൂപ്രദേശത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുവാദം വാങ്ങി ഒരു 45 പേരെ പണിക്കെടുക്കാൻ എന്ന് പറഞ്ഞിട്ട്, അടിമകളാണേ പറ്റില്ല, അടിമത്തം നിരോധിച്ചിരുന്നു അന്ന്. അദ്ദേഹം 45 ആളുകളെ പണിക്കെടുത്തു. പക്ഷേ ആ കണക്കിൽ 45 ഉള്ളെങ്കിലും 450-ലധികം അടിമകളെ ജാതിമതഭേദമന്യേ ഇവിടുന്ന് കൊണ്ടുപോയി. ജാതിമതഭേദമന്യേ അടിമകളെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വഴിയെ നടന്നു പോകുന്ന മനുഷ്യനെ പിടിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പോകുന്ന രൂപത്തിൽ ബലപ്രയോഗം നടത്തി അന്നത്തെ സവർണരായ മനുഷ്യരെ പോലും അടിമകളാക്കിക്കൊണ്ടുപോയി. അവർണന്റെ സ്ഥിതി പിന്നെ പറയേണ്ടതില്ല. പിടിച്ചു കൊണ്ടുപോയി കൊച്ചു കുട്ടികളടക്കം. ഇതിന് നേതൃത്വം കൊടുത്ത ആൾ ഹസൻ അലിക്കോയ എന്ന ഒരു മനുഷ്യ വ്യാപാരിയായിരുന്നു. മനുഷ്യക്കടത്ത് സായിപ്പും ഹസൻ അലിക്കോയയും ചേർന്ന് ഇവരെ വിറ്റു. അങ്ങനെ ആളുകളെ വള്ളത്തിൽ കയറ്റി നിരവധി ആളുകളെ കൊണ്ടുവന്ന് കണ്ട്, അന്ന് മലബാറിൽ കളക്ടറായിരുന്ന ബാബർ ഉണ്ടായിരുന്നു, തോമസ് ബാബർ. ആ ബാബറാ പഴശ്ശി രാജയെ കൊന്നത്. ജില്ലാ ജഡ്ജിയാണ്. അദ്ദേഹം പിടിച്ചു. കാര്യങ്ങൾ ആരാഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, അടിമകളാകാൻ നിയമപരമായി അനുവാദമില്ലാത്ത ആളുകൾക്കിടയിൽ നിന്ന് പോലും ഇതാ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു, കുട്ടികളെ കൊണ്ടുപോകുന്നു. ഹസൻ അലിക്കോയ്ക്ക് പിഴ ഇട്ടത് 1000 ഉറുപ്പിയായി. ഒരു കാളയ്ക്ക് 3 രൂപ വിലയുള്ളപ്പോൾ 1000 ഉറുപ്പിയ. സായിപ്പിന് 10000 ഉറുപ്പിയ. ഒരു കാളയ്ക്ക് 3 രൂപ ഉള്ളപ്പോഴാണ്. എന്നിട്ടും അടിമക്കച്ചവടം നിലച്ചില്ല. അടിമകൾ അവിടെ ജീവിക്കാൻ ആവാത്ത പരിസ്ഥിതിയിൽ അഞ്ചരക്കണ്ടി എസ്റ്റേറ്റിൽ നിന്ന് ചാടി. അവരവസ്ഥ കേൾക്കണോ? നടന്നു വരാൻ പറ്റില്ല. ഒന്നത് വഴിയില്ല. ഉള്ള വഴിയേ വരാൻ കഴിയില്ല. അവർ വരുമ്പോൾ ഓഹോ യോഹോ എന്ന് ശബ്ദമുണ്ടാക്കി വരണം. ആരെങ്കിലും പിടിച്ച പ്രശ്നമാ. അവർ ദീർഘനാളുകൾ രാത്രികളിൽ യാത്ര ചെയ്ത് കാടുംപള്ളയൊക്കെ കടന്ന് പൂഞ്ഞാറിൽ പീരിമേടിൻ്റെ അടിവാരത്ത് മുണ്ടക്കയത്ത് ഒക്കെ വന്ന് വാസമുറപ്പിച്ചു. കാടിനോട് പടപൊരുതി, മണ്ണിനോട് പടപൊരുതി, കാട്ടുമൃഗങ്ങളോട് പടപൊരുതി കാട്ടിൽ കഴിഞ്ഞു. കാട്ടുകിഴങ്ങ് ഭക്ഷിച്ചും പണിയെടുത്തും ഈ നാട്ടിൽ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഹെൻറി ബേക്കർ ജൂനിയർ എന്നൊരാൾ പള്ളത്ത് വന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഹെൻറി ബേക്കർ അവിടെ വന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു ദിവസം ഒരു സംഭവം നടന്നു. അന്ന് തിരുനക്കരയും ചങ്ങനാശ്ശേരിയും മധ്യതിരുവിതാംകൂറിലെ പ്രസിദ്ധങ്ങളായ 2 അടിമച്ചന്തകളാണ്. ആ അടിമച്ചന്തകളിൽ ആളുകളെ കൊണ്ട് വിലപേശി വിൽക്കുമ്പോൾ ഒരടിമയ്ക്ക് കിട്ടാവുന്ന നല്ല വില 3 രൂപയാണ്. അടിമയ്ക്ക് ഏറ്റവും വിലയുള്ള കേരളത്തിലെ സ്ഥലം മല്ലപ്പള്ളി ആയിരുന്നു, 18 രൂപ. മല്ലപ്പള്ളി അടിമയ്ക്ക് 18 രൂപ. കാരണം കള്ളപ്പണിയൊന്നും പണിയാത്തതുകൊണ്ടായിരിക്കും. മല്ലപ്പള്ളിക്കാരെങ്കിലും ഉണ്ട് അഭിമാനത്തോട് ഇരിക്കണം. 18 രൂപയാ വില. ചങ്ങനാശ്ശേരി അടിമയ്ക്ക് 3 രൂപ, കോട്ടയം അടിമയ്ക്ക് 6 രൂപ. കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ചങ്ങനാശ്ശേരിയില്ല. ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോകും. ഇതൊക്കെയാണെങ്കിൽ ഹെൻറി ബേക്കർക്ക് ഒരു പണിയുണ്ട്. തിരുനക്കര വരും, ആളുകൾ നിന്ന് കരയുന്ന കാണും, ഭർത്താവിനെ വിലപേശി വിൽക്കുക. അവർ പിന്നെ കാണുന്നില്ല. ഭാര്യ വഴി പറഞ്ഞു പോവുക. മോനെ ആയിരിക്കും വിൽക്കുന്നത്, 16 വയസ്സുള്ള കുഞ്ഞിനെ വിൽക്കുക. അവർ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പറയും, അമ്മ പറയും, ഇനി മുതലേ ഇതാ നിൻ്റെ യജമാനം കേട്ടോ, എവിടെയെങ്കിലും വെച്ച് കാണാം. അമ്മ ഓർക്കണം. ആ രംഗമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച്. 80-100 കൊല്ലം മുമ്പ് ഈ കേരളക്കരയിൽ നടന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളാ ഞാനീ പറയുന്നതേ. അങ്ങനെ പിരിയും.
പിരിയുന്ന വേളയിൽ അമ്മയ്ക്കൊരു അനുവാദമുണ്ടേ. അല്പം എണ്ണ കയ്യിലെടുത്ത് ഈ മകൻ്റെ തലയിൽ തൂത്ത് വെള്ളമൊഴിച്ച് തല കഴുകും. അവസാനത്തെ കുളിപ്പീര്. അമ്മയ്ക്ക് ചുംബനം കൊടുത്ത്, കുഞ്ഞിന് ചുംബനം കൊടുത്ത്, ഒരിക്കലും കാണാത്ത ലോകത്തിലേക്ക്, കണ്ടെന്നിരിക്കാം കണ്ടില്ലെന്നിരിക്കാം, അവൻ വിട പറയുക. വിട പറയുമ്പോൾ ആചാരപരമായിട്ടാണ് വിട പറയുന്നത്. വില കൊടുത്തൊരുത്തൻ വാങ്ങി പണം കൊടുത്ത് തീർത്തു കഴിഞ്ഞാൽ പറയും, ഈ നിൽക്കുന്ന അടിമയെ വിൽക്കുകയാൽ വിലയ്ക്ക് വാങ്ങും, കൊല്ലുകയാൽ കൊലയ്ക്ക് പോകും. മനസ്സിലായില്ലേ? ആ പ്രയോഗം കേട്ടില്ലേ? വിറ്റാൽ വിലയ്ക്ക് പോകും, കൊന്നാൽ കൊലയ്ക്ക് പോകും. ഇതാ സ്ഥിതി. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇവരെയൊക്കെ വില കൊടുത്ത് വാങ്ങി. ഹെൻറി ബേക്കർ പറയും, നീ ഇന്നു മുതൽ എൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ട ആളാ, നിന്നെ ഇനി ആരും മേടിക്കുകയില്ല, പൊക്കോളാൻ പറയാം വീട്ടിൽ. അങ്ങനൊരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ വില കൊടുത്ത് മേടിച്ച് കൊടുത്താൽ അവർക്ക് ഈ ബൈബിൾ പ്രസംഗിക്കുന്ന ഉപദേശിയോട് സ്നേഹം വരുമോ? അതൊക്കെ നടന്നിട്ടുള്ളെന്നോ. കാശ് മുടക്കിയൊക്കെ അതിനാണെന്നോ. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നീ ഒന്ന് കൊടുത്തു നോക്കുക, അവർ തിരിച്ചു വരുമോയെന്നറിയാം. അതിൻ്റെ പലിശ കൂട്ടി കൊടുക്ക് വരുമോയെന്നറിയാം. അച്ഛാ 3 രൂപയ്ക്കന്ന് വിലയ്ക്ക് കൊടുത്ത് വാങ്ങിയവൻ്റെ മക്കളെ 3 കോടി കൊടുത്താൽ ഇനി തിരിച്ചു വരികയില്ല, കിട്ടുകയില്ല. കാര്യകാരണങ്ങളിലേക്ക് ഞാനെന്ന് വരാം. ശ്രദ്ധിക്കണം ഭഗവാനെ. പള്ളത്ത് ഹെൻറി ബേക്കറെ കാണാൻ ഒരു സംഘം ആളുകളെ മുണ്ടൊക്കെ എത്തുന്നു പോയി. അതേ വരുമ്പോൾ ഒരു പറ്റം മനുഷ്യർ നിൽക്കുക. അവർ അറയിൽ ഇല കൊണ്ട് നഗ്നത മറച്ചിരിക്കുക. ഇല കൊണ്ട് ചരട് കെട്ടി നഗ്നത മറച്ചിരിക്കുക. അല്പം കൂടെ സംസ്കാര സമ്പന്നർ ഇല വിട്ടിട്ട് പാള കൊണ്ട് മറച്ചിരിക്കുക. നഗ്നതാബോധമൊന്നുമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് സമ്പന്നർ പോലും കഷ്ടിച്ചൊരു കുറിയാണ്ടും ഒരു മുണ്ടും ഇങ്ങനെ ഇടുന്ന കാലമാണ്. അന്ന് മാഷിൻ്റെ വേഷമെന്ന് പറഞ്ഞാൽ ഷർട്ടില്ല, അല്ലെ മേൽവസ്ത്രമില്ല. ഈ പൂണൂലിട്ടൊരു മാഷ് അക്ഷരം പഠിപ്പിക്കുക, അക്ഷരം പഠിപ്പിക്കുന്ന മണ്ണിലെഴുതി അക്ഷരം പഠിപ്പിക്കുക. ഇതൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് ഇവിടെ സംഭവിച്ചതാ. അല്ലെങ്കിലും മണ്ണിലെഴുതി പഠിച്ച, അക്ഷരം പഠിച്ച ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, ഓലയിലുമൊക്കെ. അതിന് നിങ്ങൾ സമ്മതിക്കുകയല്ല, പ്രായം കുറവാണെന്ന് കാണിക്കാൻ വേണ്ടി. എനിക്ക് മനസ്സിലായി. ഞാനോർത്ത് മണ്ണിലെഴുതി എന്ന് പറയുമ്പോൾ ഓജത്തങ്കച്ചൻ ഭാഷെങ്കിലും കൈപൊക്കുമെന്ന് ഞാൻ ഓർത്ത. ഇല്ല, പ്രായം കുറവാണെന്ന് കാണിക്കാൻ എനിക്കറിയാം. ഞാനിന്നല്ലല്ലോ കാണാൻ തുടങ്ങി. അതുകൊണ്ടോ ഒരച്ഛൻ കൈപൊക്കി. മണ്ണിലും ഓലയിലും ഒക്കെ എഴുതി പഠിച്ച അതൊക്കെ നല്ലതാണെന്ന് പറയുമെങ്കിലും നമ്മൾ ഈ ഓലയിലും മണ്ണിലും ഒക്കെ ഹരിശ്രീ കുറിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പേ ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയവൻ്റെ പേരാ സായിപ്പ്. മനസ്സിലായില്ലേ? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങുന്നവൻ്റെ പേരാ സായിപ്പ്. എന്നിട്ട് നിങ്ങൾ എന്നോട് പറയുക ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട്, അഭിമാനിക്കണം, സന്തോഷിക്കണം. എനിക്ക് മനസ്സില്ല തൽക്കാലം. മനസ്സിലായോ? എനിക്ക് മനസ്സില്ല. അപ്പോൾ അതാ പറയുന്നത്, ഈ ഓലയിൽ പഠിച്ചതിനെ, നിലത്തെഴുതി പഠിച്ചതിനെ എനിക്ക് അക്ഷരം വിലക്കിയിട്ടേ പഠിക്കാൻ അനുവാദം തരാതെ, ദൂരെ നിന്ന് കേട്ടുപോലും പഠിക്കാൻ അർഹത തരാതെ എൻ്റെ മനുഷ്യാവകാശങ്ങളെ മുഴുവൻ ധ്വംസിച്ചിട്ട് പറയുക വിദേശികളോടാ പ്രിയം, വിദേശ സംസ്കാരത്തോടാ പ്രിയം, ഇംഗ്ലീഷിനോടാ. തീർച്ചയായിട്ടും സംശയത്തിന്. അതിന് കാരണം ഈ രാജ്യത്തിന് പാരമ്പര്യമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, നളന്തയുണ്ടായിരുന്നു, തക്ഷശിലയുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ അടച്ചിട്ടു? നിങ്ങൾ എൻ്റെ മുമ്പിൽ എന്തുകൊണ്ട് അതിൻ്റെ വഴി ഒരിക്കലും സ്വായത്തമാക്കാൻ കഴിയാതെ എന്നെ എന്തുകൊണ്ട് തളച്ചിട്ടു? ഇനി എന്നെ വിട്. എഴുത്തച്ഛൻ എന്ന പേരുള്ളൊരു മഹാപ്രതിഭ നമുക്കുണ്ടായിരുന്നു. തുഞ്ചത്ത് എഴുത്തച്ഛൻ അവർണനായിരുന്നു, പിന്നോക്കനായ എഴുത്തച്ഛന് അക്ഷരം പഠിക്കാൻ അവകാശമില്ല. പക്ഷെ അകത്ത് ക്ലാസ് നടക്കുമ്പോൾ, അകത്ത് ഈ ഉച്ചാരണങ്ങളും പഠനങ്ങളും നടക്കുമ്പോൾ മതിൽക്ക് പുറമേ നിന്ന് കേട്ട് ആശാനങ്ങ് പഠിച്ചിട്ട് കാവ്യം ചമച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഒരു പിന്നോക്കൻ തീ പാടുന്നു, എഴുതുന്നു, സംസ്കൃതം വഴങ്ങുന്നു. ഈയപ്രയോഗം ഒന്നും നടക്കൂലെന്ന് മനസ്സിലായപ്പോൾ ഒറ്റ പണി, ചക്കാട്ടുന്ന പണിയില്ലേ പണ്ട് എണ്ണയെടുക്കാൻ, ഈ ചക്കാട്ടുന്ന യന്ത്രത്തിലേക്ക് കഴുത്ത് വെച്ച് കൊടുത്തിട്ട് കന്നാലിക്കൊപ്പം ഇങ്ങനെ നടക്കാൻ പറഞ്ഞു. കോമ്പസ് കൊണ്ട് വരയ്ക്കുന്ന പോലെ ചുറ്റും നടന്ന് കന്നാലി ചെയ്യുന്ന പണി. എഴുത്തച്ഛൻ അതൊക്കെ ചെയ്തു. അതുകൊണ്ട് അടങ്ങാതെ വന്നപ്പോൾ തമിഴ്നാട്ടിലേക്ക് നാട് കടത്തി. അതൊക്കെ ഒതുങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ നമ്മളെല്ലാവരും കൂടി തുഞ്ചത്തെഴുത്തച്ഛനെ ഭാഷയുടെ പിതാവാക്കി. വല്ലതും മനസ്സിലായോ?
പണ്ട് ഓടിച്ചു വിട്ടവൻ മുഖം ചുമത്തി പുറത്തു വച്ചവനാ ഇന്ന് ഭാഷയുടെ പിതാവാക്കിയത്. അത് കാലം കരുതി വെച്ചൊരു നീതി, അതോടെ പോക്കോട്ടെ. എന്നാൽ എനിക്ക് അക്ഷരം തന്നത് എഴുത്തച്ഛനോ ഇന്ത്യയിലെ ഏതെങ്കിലും ആത്മീയരോ ഒന്നുമല്ല, ബെഞ്ചമിൻ ബെയ്ലിയാ. മനസ്സിലായോ? സന്തോഷമുണ്ടോ? അത് പറഞ്ഞതേ പള്ളത്ത് നിൽക്കുക നമ്മളല്ലേ. പള്ളത്ത് ഇന്ന് ഇദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. പുള്ളിയോർത്ത് ഉടുപ്പോ തുണിയോ ഒക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത്. നീ കൊടുത്താലും ഉടുക്കുകയല്ല അന്നത്തെ മനുഷ്യർ, ഏതാണ്ടൊരു ബുദ്ധിമുട്ട് പോലാണ്. അദ്ദേഹം പറഞ്ഞു, എന്ത് വേണം? പണം വേണം, അത്യാവശ്യമൊക്കെ തരാം, നമ്മൾ പോയി മര്യാദയ്ക്ക് ജീവിക്കുക. വന്നവരിൽ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു, യജമാനനെ എന്നുള്ളതിൻ്റെ ഒരു പ്രാകൃത ശൈലി. യജമാ, എങ്ങൾക്ക് പഠിക്കണം യജമാ, വിദ്യാഭ്യാസം തരണം. കാര്യങ്ങളെല്ലാം കേട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നടക്കൂല. നടക്കാത്തതിൻ്റെ കാരണം, ഈ കാട്ടിപ്പോയി ആരാ വാദ്യന്മാരെ കിട്ടുന്ന എങ്ങനെയാ? പഠിപ്പിക്കാൻ പറ്റുന്ന എങ്ങനെയാ? സാറിനെ കിട്ടണ്ടേ, ശമ്പളമെങ്കിലും കൊടുക്കാം, ഈ കാട്ടി വന്ന് പഠിപ്പിക്കണ്ടേ? 1 2 തവണയല്ല, 5 വട്ടം അവർ ചെന്നു. ബെയ്ലി ഹെൻറി ബേക്കർ അന്ന് വായിച്ച വേദഭാഗം പുള്ളിയെ ബുദ്ധിമുട്ടിച്ചു. വിധവ വന്ന് അസഹ്യപ്പെടുത്തിയെന്ന്. ഇനി ഞാൻ അവളുടെ പ്രതിക്രിയ നടത്തിയില്ല, മുഖത്തടിക്കുന്നു. പുള്ളി എണീറ്റു. പലവട്ടം ജനബ് പറഞ്ഞു, പോവാം. റോഡില്ല, വഴിയില്ല, ഭക്ഷണമില്ല, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് തടി കൊണ്ട് ഒരു പല്ലക്ക് പോലും ഉണ്ടാക്കി. ഇത് കണ്ടപ്പോൾ ബേക്കർ പറഞ്ഞു, കുഴപ്പമില്ല, നടന്നോളാം. പക്ഷേ 3-4 കിലോമീറ്റർ നടന്നപ്പോൾ മടുത്തു. ഇവരിത് ചുമന്ന് കൊണ്ടിറക്കിയതാ വെളുപ്പാങ്കാലത്ത് ഈ മുണ്ടക്കയത്ത് പള്ളത്തുനിന്നു. നേരം വെളുത്തപ്പോൾ ഇവിടുന്ന് പറന്നു പൊങ്ങുന്ന വെള്ള നിറമുള്ള പക്ഷികളെ കണ്ട് അദ്ദേഹം ചോദിച്ചു, ഇതിന് മലയാളം അറിയാം, നിങ്ങൾ ഈ പക്ഷിക്ക് എന്ത് പേര് പറയും? അവർ പറഞ്ഞു, മുണ്ടി. പുള്ളി സ്ഥലത്തിനിട്ട പേരാ മുണ്ടിക്കയം. അതാ മുണ്ടക്കയമായ. പെട്ടി കിട്ടിയോ? അങ്ങനെ പാവങ്ങൾക്ക് പഠിക്കാൻ അദ്ദേഹം ഒരു സ്കൂൾ ആരംഭിച്ചു. അതാ CMS. തീർന്നില്ല. അദ്ദേഹം പറഞ്ഞ അഗ്രഹാരങ്ങളുള്ളിടത്തൊന്നും നിങ്ങൾ താമസിക്കല്ല്. കാരണം ബ്രാഹ്മൺസ് ഉണ്ട്, അയിത്തമുണ്ട്, വഴിയെ നടക്കാൻ പറ്റാവരും. അതുകൊണ്ട് പീരിമേഡിൻ്റെ അടിവാരത്തിലും ഭൂപ്രദേശങ്ങളിലും എസ്റ്റേറ്റുകൾ രൂപപ്പെടുത്താൻ കമ്പനിക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് കാടുകളൊക്കെ വെട്ടിപ്പിടിച്ച് എസ്റ്റേറ്റുകളാക്കി. അങ്ങനെ ഈ എസ്റ്റേറ്റുകളിലേക്ക് കാളവണ്ടിക്ക് പോകണം, കാടമൻ ടീ എസ്റ്റേറ്റിലേക്ക് പോകണം, വാദ്യാന്മാർക്ക് സ്കൂളിൽ വരണം, പാഠപുസ്തക കെട്ടുകളൊക്കെ കൊണ്ടെത്തിക്കണം. അതിന് ആ കാലത്ത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വെട്ടിച്ച റോഡാ ഈ KK റോഡ്. അതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട അൽക്കുടത്തോട്ടം പരസ്യവും നടത്തുമ്പോൾ ചൊല്ലു വന്നിട്ട് പറയാ, നിർത്തിയിട്ട് പോടാന്ന്. നീ നിർത്തിയിട്ട് പോ. മനസ്സിലാകുന്നുണ്ടാ? നീ നിർത്തിയിട്ട് പോകേ രക്ഷയുള്ളൂ. അങ്ങനെ നമ്മൾ നിർത്തിയിട്ടൊന്നും പോകാൻ താല്പര്യം എടുക്കത്തില്ല. ഈ രാജ്യത്ത് ജനിച്ച് ഇവിടെ വളർന്ന, ഇവിടുത്തെ ഉപ്പും ചോറും ഭക്ഷിച്ച ഞാൻ ഇവിടം വിട്ടുപോകാൻ പദ്ധതിയില്ല തൽക്കാലം. അല്ല, യാത്രയുടെ ഭാഗമായിട്ട് പോയാലും തിരിച്ചിവിടെ തന്നെ വരണം. എനിക്ക് എത്ര രാജ്യങ്ങളുടെ വിസ ഉണ്ടെന്നറിയോ? പോകത്തില്ല. പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോരും, ഇവിടെ തന്നെ കിടക്കും, ഇവിടെ തന്നെ നീക്കാനാ തീരുമാനം. അതിന് കൊണ്ടൊരു കാരണം എന്നോട് ഈ പോവോന്ന് പറയുന്നവൻ ഇടയ്ക്കെങ്ങനോ കൈവർച്ചുരം കിടന്ന് കാലിയെ തീറ്റാൻ വന്ന കക്ഷിയുടെ കൊച്ചുമോനാ എന്നോട് പറയുന്നു പോകാൻ. അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ല. കാലിയെ തീറ്റാൻ വന്നവൻ ഇത് മൊത്തം പിടിച്ചെടുത്തിട്ട് ഇന്ന് എന്നോട് പറയുക, നീ പോ എന്ന് ഞാൻ പറയുന്നില്ല. അതെൻ്റെ അവിടെ നിൽക്കട്ടെ. 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ചരിത്രമായി പറയുന്നത്, ഇത് ഞാൻ പറഞ്ഞ ചരിത്രമല്ല കേട്ടോ. ഇനിയേ വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടി പടപൊരുതിയ മനുഷ്യരാരും പണം വാങ്ങി ചെയ്തല്ലത്. ഒരു ചരിത്രം കൂടെ പറഞ്ഞ് ഞാൻ വിരസമായ ആ വിഷയം വിട്ടേക്കാം. തിരുവനന്തപുരത്ത് നിന്ന് യേശു അടിയാർ എന്നു പേരുള്ള ഒരു ഉപദേശി ഇവിടെ വന്നു പണ്ട്. അയാൾ തോവാളയിൽ വന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ മാടത്തി എന്നു പേരുള്ള ഒരു ദലിത് സ്ത്രീ യേശുവിനെ സ്വീകരിച്ചു. ഉപദേശി പറഞ്ഞു, യേശുവിനെ സ്വീകരിച്ചവർക്ക് ജീവിതത്തിൽ സമഗ്ര മാറ്റം വേണം, യജമാനനോട് വിശ്വസ്ത പുലർത്തണം, ജോലിക്ക് കൃത്യം പൊക്കോണം, കഥകളും കാര്യങ്ങളുമെല്ലാം കൃത്യം അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വസ്ത്രധാരണത്തിൻ്റെ പരിശുദ്ധിയെപ്പറ്റിയൊക്കെ പറഞ്ഞു. എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച
ഉടുപ്പുമൊക്കെ അവർക്ക് കിട്ടി. അതുവരെ ഇല ധരിച്ച ആ സ്ത്രീ ഭർത്താവിനും ആങ്ങളയ്ക്കുമൊക്കെ ഒപ്പം കൂട്ടായ്മയ്ക്ക് പോകാൻ തുടങ്ങി, പാടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഉണർവങ്ങോട്ട് ശക്തിപ്പെട്ട് വരുമ്പോഴേ രാവും പകലും വ്യത്യാസമില്ലാതെ ഇങ്ങനെ ആരാധനയ്ക്ക് പോകും, യജമാനു വേണ്ടി പണിയെടുക്കും. പക്ഷെ കുറച്ച് നാളായി മാടത്തിയെ കാണുന്നില്ല. ഒടുക്കം യജമാൻ ആളെ വിട്ടുവാ, ആരോ പറഞ്ഞു കൊടുത്തു, ഇവരിപ്പോൾ ഈ കൂട്ടായ്മയും പാട്ടും കൊട്ടുമൊക്കെ, അതുകൊണ്ട് ജോലിക്ക് വരുന്നില്ല. വിളിച്ചു വാ ഇവിടെ. ഇത് അൽക്കൊടുത്തോട്ടം പറയുന്നില്ല, DC ബുക്ക് പ്രസിദ്ധം ചെയ്യുന്ന കഴിഞ്ഞ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ ഡോക്ടർ വിനിൽ പോളിൻ്റെ പുസ്തകത്തിലുള്ളതാ. സുരേഷ് ബാബു പാഷ മേടിച്ചോണം, കേക്കടയിൽ കണ്ടേക്കും. ഇല്ല, എന്നോട് പറഞ്ഞാൽ മതി, എത്തിച്ചു തരാം, സൗജന്യമായിട്ട് എത്തിച്ചു തരാം. ഞാൻ ഈ മതപരിവർത്തനം പറഞ്ഞ പുള്ളികൾക്കെല്ലാം സൗജന്യമായിട്ട് തപാലിൽ അയച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ ഒരു രോഗമുള്ള ആളാണ്. സൗജന്യമായിട്ട് വില പോലും മുടക്കണ്ട, വായിക്കും. ഒരു ബൾക്ക് പുസ്തകം ചിലർക്ക് അയച്ചു കൊടുക്കണമെന്ന് ഓർത്തിരിക്കുക. പോട്ടെ, എന്തേ പറഞ്ഞേ? അപ്പടി മാടത്തെ വിളിച്ചു. നീ എന്താ വരാഞ്ഞ പണിക്ക്? കാര്യകാരണങ്ങളൊക്കെ വിശദീകരിച്ചങ്ങോട്ട് പറഞ്ഞു. യജമാനെ, എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം ചെയ്തിട്ടാ ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നില്ല യജമാനെ. വരാഞ്ഞൻ്റെ കാരണം അവൾ പൂർണ്ണ ഗർഭിണിയാണ്, 10 മാസം. അപ്പോൾ 10 മാസം ഗർഭവതിയായ നിനക്ക് മല കടന്ന് കാട് കടന്ന് പ്രാർത്ഥിക്കാൻ അറിയാം അല്ലേ? നടക്കാനറിയാം. ഈ വയലിൽ വന്ന് പണിയെടുക്കാൻ ഇത്രയ്ക്ക് അത്യാവശ്യമുള്ള ഘട്ടത്തിൽ അറിയില്ലല്ലേ? ഇറങ്ങ്. വയലിലേക്ക് ഇറക്കിയിട്ട് അപ്പുറത്ത് പോത്തിനെ നിർത്തി, പുറത്തേക്ക് ഈ നുകം വച്ച് കെട്ടി, ഇപ്പുറത്തൊരുവനെ കൊണ്ട് പോത്തിനെ തല്ലിച്ചു. പോത്ത് ആ വെള്ളത്തിലൂടെ നടക്കുമ്പോൾ മുട്ടോളം വെള്ളത്തിൽ മാടത്തിയും നടന്നു വേഗത്തിൽ. അടികൊടുത്ത് വേഗത്തിൽ പോകുമ്പോൾ ഹസ്ബൻഡ് കരയ്ക്ക് നിൽക്കുക, ആങ്ങളെ കരയ്ക്ക് നിൽക്കുക. ഈ പോകുന്ന പോക്കിൽ മാടത്തി അലറിക്കരഞ്ഞു. കാരണം പ്രസവചേഷ്ടകൾ കാണിച്ചു കൊടുത്തു. എന്നിട്ടും ഈ രാജ്യത്ത് നിന്ന ക്രൂരതയുടെ മുഖം ഒരിക്കൽ പോലും പാവം സ്ത്രീയോട് കാരുണ്യം കാട്ടിയില്ല. ആ പോകുന്ന പോക്കിൽ മാടത്തി പ്രസവിച്ചു. അവളുടെ ചോരക്കുഞ്ഞ് ഈ ജലാശയത്തിൽ മുങ്ങിത്താണ് പൊങ്ങ്. ആ വെള്ളം കുടിച്ച് അവിടെ തീർന്നു. പെറ്റ കുഞ്ഞിന് മുലയൂട്ടാൻ കഴിയാതെ മാടത്തി ദുഃഖിതയായി 1-2 ചുവട് കൂടി നടന്നിട്ട് ആ ചെളിവെള്ളത്തിൽ വീണ് അവിടെ മരിച്ചു. എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ഇങ്ങനെ ജീവൻ വില കൊടുത്ത് വാങ്ങിയെടുത്ത വിശ്വാസം കൊണ്ടാ യേശുവിൻ്റെ അനുഗാമികൾ ഇന്നിവിടെ ഇരിക്കുന്നത് കേട്ടോ. അത് പണം കൊണ്ടൊന്നും അട്ടിമറിക്കാൻ കഴിയില്ല. പ്രാണൻ പകരം വെച്ച് വാങ്ങിയ വിശുദ്ധന്മാർക്കൊരിക്കലായി ബലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുക്കാൻ ആർജവമുള്ള ഒരു പുതുതലമുറയുടെ രൂപവൽക്കരണം ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കണം. ഈ ദേശം വിടുവിക്കപ്പെടണം. ഈ ദേശത്ത് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. എല്ലാത്തരം വിഭാഗ്യതയ്ക്കും അതീതമായി ബെഥെസ്ദയുടെ ഇത്തരം ചിന്താധാരകളെ മുഴുവൻ മാറ്റിക്കൊണ്ട് കരുണാമയനായ യേശുവിന്റെ സുവിശേഷത്തിന്റെ വ്യാപനം ഇവിടെ സംഭവിക്കണം. ഞാൻ പറയാറുണ്ടൊരു കാര്യം. കുമ്പനാടുള്ള ഞങ്ങളുടെ കൺവെൻഷൻ്റെ പ്രായം 100 വയസ്സ് കഴിഞ്ഞു. മുളക്കുഴയിലും ഏതാണ്ട് അതേ പ്രായം, അതേ വർഷമായി. ഏയുടെ കൺവെൻഷനും അതേ വർഷമായി. പിന്നെ അതിന് താഴെ വരുന്ന സഭകളുണ്ട്, ന്യൂയിൻ്റെയും 2 ന്യൂയിൻ്റെകളും ഇതര സഭകളൊക്കെ ഉണ്ട്. കൺവെൻഷനുകളുടെ പ്രായം മിനിമം 50 വയസ്സായി, മാക്സിമം 100 വയസ്സ് വരെ. അന്നത്തെ കൺവെൻഷൻ അറിയാമല്ലോ, ഓലക്കീറിലിരുന്ന് ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അടുത്ത വീട്ടിൽ പോയി ഇതൊക്കെ പാകം ചെയ്ത് അങ്ങനെ കഴിച്ച ഒരു തലമുറയാണ് നമ്മൾ. അന്നും പണം ചിലവഴിച്ച ഇവിടെ നിന്നൊക്കെ കുമ്പനാട് ആൾ യോഗത്തിന് പോയേ. ഒന്നും കിട്ടുമെന്നോർത്ത് പോയതല്ല, ഒരു കാര്യം കിട്ടുമെന്നോർത്ത് വചനം. നേരം വെളുക്കോളം അത് കേട്ടിരുന്നു. മൈക്കില്ലാതെ തുടങ്ങിയ ഞങ്ങൾ ഈ പ്രവർത്തനം. അന്ന് പുതുമയാ മൈക്ക്. നോട്ടീസിൻ്റെ താഴെ എഴുതി വെക്കും മൈക്കുണ്ടായിരിക്കുന്നതാണ്. അങ്ങനൊരു കാലമുണ്ട്, മൈക്കുണ്ട്. ഇത് കാണാൻ ആൾ കൂടുമായിരുന്നു. അങ്ങനത്തെ കാലം. കുമ്പനാടൊക്കെ കൂടാൻ 1000 പേര്, 1500 പേരൊക്കെ ഉള്ളൂ. ഇന്ന് ആ സ്ഥാനത്തെ ജനലക്ഷങ്ങൾ അവിടെ ഉണ്ട്.
പുനലൂരിലെ കൺവെൻഷന് ഇടപോരാഞ്ഞിട്ട് അടൂർ വന്ന് 35 ഏക്കർ അടുത്ത കാലത്ത് വാങ്ങി. ആ പണമൊന്നും നാട്ടുകാരുടങ്ങി പിരിച്ചൊന്നുമല്ല. ക്രിസ്തുവിൻ്റെ അനുഗാമികളായ ധീരന്മാരായ കരുത്തരായവർ പണിയെടുത്ത് ഈ പ്രവർത്തനത്തിന് വേണ്ടി സംഭാവന ചെയ്ത തുകകളാണ്. ഞാൻ മറ്റൊന്നാ പറയാൻ വന്നതേ, 100 വർഷത്തെ പഴക്കമുള്ള ഈ കൺവെൻഷനുകൾ നിങ്ങളൊന്ന് പരതണം, പഠിക്കണം. ബഹുമാനപ്പെട്ട ഭരണകൂടവും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും 50 വർഷം മുതൽ 100 വർഷം വരെയുള്ള ഈ യോഗങ്ങളുടെ ചരിത്രം പരതിയിട്ട് പറയൂ, ഒരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഞങ്ങളുടെ പേരിൽ? ഒരു പെറ്റി കേസ്. ഇത്രയും നാളിലെ യോഗത്തിൻ്റെ ഇടയ്ക്ക് ആന വിരണ്ട കേസ്, മനുഷ്യനെ ചവിട്ടിയ കേസ്, ചിന്തിക്കടയുടെ കേസ്, കിലിക്കുത്തിൻ്റെ കേസ്, കത്തിക്കുത്തിൻ്റെ കേസ്, 100 കൊല്ലത്തിൻ്റെ ചരിത്രത്തിനിടയിൽ ഇത്തരം കളങ്കം ചാർത്താൻ കഴിയാതെ സംശുദ്ധിയോടെ ഭാരത മണ്ണിന്റെ നിറകയിൽ യേശുവിനെ അഭിമാനമായി പ്രസംഗിച്ച ഒരു മഹത്തര പാരമ്പര്യത്തിന്റെ വക്താക്കൾ എന്ന നിലയിൽ ഞങ്ങൾ അറിയുന്ന, ഞങ്ങൾ അനുഭവിക്കുന്ന നസ്രായനെ ഈ രാത്രി ഉയർത്തിട്ട് പറയുക, അവൻ നമ്മുടെ സമാധാനം, അവൻ നമ്മുടെ സന്തോഷം, അവൻ നമ്മുടെ വിജയം. അതുകൊണ്ടേ ഞങ്ങളുടെ പ്രസംഗം അർത്ഥവത്തായ ചില ഉൽപ്പന്നങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. രാജ്യ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ പരിധിക്കുള്ളിലാ ഈ പ്രസംഗവും പ്രവർത്തനമൊക്കെ നടക്കുന്നതെങ്കിൽ ഇത് ഞങ്ങളുടെ നിലപാടിന്റെ പ്രഖ്യാപനമാണ്. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആരോടും പിണക്കമുള്ളവരല്ല. പക്ഷെ പോരാട്ടമുണ്ട്. പോരാട്ടം ഒരു മനുഷ്യരോടും അല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നലെ മിനിയാന്ന് വെള്ളിയാഴ്ച കണ്ടു, നമ്മുടെ ഗ്രഹാസ് ജെയിംസിനെ കൊന്ന ആ മനുഷ്യനെ വിമോചിപ്പിച്ചു 25 വർഷം. അപ്പോൾ അതിനെന്താ കുഴപ്പം? ഭരണകൂടം അതൊക്കെ ചെയ്യട്ടെ. അദ്ദേഹത്തെ ജയിലിടണമെന്നോ തൂക്കിക്കൊള്ളണമെന്നോ നമുക്ക് അഭിപ്രായമില്ല. ഭക്തരെന്ന നിലയിൽ, പൗരനെന്ന നിലയിലുള്ള അഭിപ്രായം മറ്റൊന്നാണ്. അത് അവിടെ ഇടണമെന്നല്ല, അതും വ്യക്തിപരമായിട്ട്. 25 കൊല്ലം മനുഷ്യൻ കിടന്നില്ലേ, പോട്ടെ, ഇതൊക്കെ വിട്. അന്ന് തന്നെ വിട്ടോ, വിരോധമില്ല. പക്ഷെ മറുവശമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൽ 1600 പരം സുവിശേഷകർ ഇതുപോലെ ജയിലിൽ കിടപ്പുണ്ടിപ്പോൾ. വിഷയം മതപരിവർത്തനം ചെയ്യിച്ചു എന്നതാണ്. എവിടെയും ഒരു കുറ്റം തെളിയിക്കാനും പറ്റിയിട്ടില്ല, ഒരു കോടതിയിലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പണം കൊടുത്ത് ചെയ്തു. മതപരിവർത്തനം ചെയ്ത നിയമവിരുദ്ധമല്ല, അത് ഭരണഘടന അനുവദിക്കുന്ന. ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാം, മതം വലിച്ചെറിയാം, ഇതിനൊന്നും തടസ്സമില്ല ഈ രാജ്യത്ത്. സുവിശേഷം കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ കൃത്രിമ നിയമങ്ങൾ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു പരത്തും. ഞാൻ അടുത്ത കാലത്ത് വയനാട്ടിലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ബൈബിൾ കൊണ്ട് പ്രവേശനമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കവിടെ പോകണം, പോയേ പറ്റൂ. ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു, അയ്യോ അങ്ങോട്ടൊന്നും ഇത് കൊണ്ട് പോകാനൊക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എന്താ ഇത് ഇന്ത്യൻ യൂണിയനിൽ പെട്ട സ്ഥലമല്ലേ? ഇന്ത്യൻ യൂണിയനകത്ത് വേറൊരു രാജ്യമാണോ? ഇതെന്താ സംഭവം പറ. അവിടെ പ്രകോപനം ഉണ്ടാവും. അപ്പോൾ സാറ് വരണം. അതിനാ സാറ്, മനസ്സിലായില്ലേ? ഇവിടെ യോഗം നടക്കുമ്പോൾ ആളുകൾ ഉഴപ്പുവാണെങ്കിൽ സാർ ഇവിടെ വന്ന് നിൽക്കണം. അതിനല്ലേ നമ്മൾ ഈ നികുതിയെല്ലാം കൊണ്ട് അടയ്ക്കുന്നത്. യോഗം നിർത്താൻ പറയണോ? അത് വേണ്ട, എനിക്ക് പോകണം. പോയി. പിണങ്ങിയൊന്നുമല്ല. അവിടെ ചെന്നു. സഹോദരി CK ജാനുവിനെ നേരിട്ട് കണ്ടു. ഈ ബൈബിളും കൊടുത്തു. അവർ ചായ എന്താന്ന് അതും കുടിച്ചു. 1 മണിക്കൂർ ഇരുന്നു. മാഡം ഇത് കേട്ടേ പറ്റൂ, വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുകയില്ലല്ലോ. ആ മൊത്തം കേട്ട് സുവിശേഷം പറഞ്ഞിട്ടാ അവിടുന്ന് പോന്നേ, പ്രാർത്ഥിച്ചിട്ടാണ് പോന്നേ. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയണ്ടേ? ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സുവിശേഷത്തിന് ബന്ധനമില്ല. വിശ്വസിച്ചാട്ടെ. മുമ്പ് ഉദ്ഘാടനം ചെയ്ത കർത്താവിൻ്റെ ദാസൻ സാറ് പറഞ്ഞല്ലോ, രാജ്യത്തിൻ്റെ അവസ്ഥ ഈ സ്ഥിതിയൊക്കെ മാറാൻ പോവാ. അതൊരു സത്യം കേട്ടോ, അതൊരു സത്യമാണ്. അത് വെറുതെ പറയുന്നില്ല. അനുഭവസമ്പന്നനായൊരു ദിവാസൻ തൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടി പറഞ്ഞ, ആത്മാവിൽ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ, ഇന്ത്യയിൽ ഇതിൻ്റെ സ്ഥിതി മാറുക. പക്ഷെ സ്ഥിതി മാറുമ്പോൾ പേടിക്കാനൊന്നുമില്ല. ഒറീസയിൽ ഗ്രഹാസ്റ്റേൻസ് എന്ന മനുഷ്യനെയും തിമോത്തിയെയും ഫിലിപ്പിനെയും ദാരുണമായി കൊന്നു. കൊല്ലുമ്പോൾ ഫിലിപ്പിൻ്റെ പ്രായം 10, തിമോത്തിയുടെ വയസ്സ് 6. 10ഉം 6ഉം വയസ്സുള്ള 2 പിഞ്ചോമനകളെയും അപ്പനെയും തീയിട്ട് കൊല്ലുമ്പോൾ അവർ ഡോക്ടർ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ഇടത്ത് പോയിരിക്കുക. അവർക്ക് ആഹാരപദാർത്ഥങ്ങൾ കൊണ്ടുപോവാ കുട്ടികൾ. ആ കുട്ടികളുടെ ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ. ഡെറ്റോൾ വെള്ളമൊക്കെ കൊണ്ടുപോയി കൈയും കാലുമൊക്കെ ഇല്ലാത്ത ആളുകളുടെ കൈയും കാലും ഗ്ലൗസ് ഇട്ട് കഴുകി വൃത്തിയാക്കി
അത് ആ ചോരക്കറകളൊക്കെ തുടയ്ക്കാൻ അപ്പൻ ബാല്യത്തിലെ മക്കളെ പഠിപ്പിക്കുക. ഇതാ ഞങ്ങൾ കുട്ടികളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ ശത്രുവായി കാണുന്ന പാഠങ്ങൾ ഞങ്ങൾക്കില്ല. അപ്പുറത്തിരിക്കുന്നതിനെ ഉപദ്രവിക്കണമെന്ന പാഠമില്ല. ആ പാഠം തുടരുന്നിടത്തോളം കാലം, ആ പഠനം തുടരുന്നിടത്തോളം കാലം നസ്രയനായ യേശുവിന്റെ സുവിശേഷത്തിന്റെ പരിശുദ്ധി ഉലകത്തിൽ നിന്ന് തുടച്ചു കളവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇത് മനുഷ്യനെ വെറുക്കുന്ന മാർഗമല്ല, നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന മാർഗമാ, ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന മാർഗമാ, അവനെ അംഗീകരിക്കുന്ന മാർഗമാ, അഭിനന്ദിക്കുന്ന മാർഗമാ, അവന്റെ ജീവൻ പുരോഗതിക്ക് പിന്നിൽ പ്രചോദനമായി ഭവിക്കുന്ന മാർഗമാ. പ്രിയരേ, ഇതാ ഈ ഒറീസയിലേക്ക് നിങ്ങൾ ഇപ്പോൾ ചെല്ലണം. 25 കൊല്ലം കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാം പോയി നോക്കി. ബുദ്ധിമുട്ടുള്ള രണ്ടോടെ വന്നാൽ മതി, ഞാൻ കൊണ്ടുപോകാം. ഇനി റെഡിയായാൽ മതി, കൊണ്ടുപോകാം. ഈ പുസ്തകമൊക്കെ ആയിട്ട് ഇങ്ങനെ നിങ്ങൾ തെരുവിലൂടെയൊക്കെ പോകുമ്പോൾ, ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകൾ പുറത്തേക്ക് വരും, എന്നൊരു വിളിക്കും, പാതിരി സാബ് ആയിയേ ആയിയേ ബൈറ്റിയേ. എന്താ വിളിച്ചെന്നറിയാം? പാതിരി സാബെന്ന് നമ്മൾ വിളിക്കുന്ന പാതിരി. ഉപദേശി പാസ്റ്റർമാരെയൊക്കെ വിളിക്കുന്ന എങ്ങനെ? പാതിരി. ഇരുന്നാട്ടെ, വെള്ളം കുടിച്ചാട്ടെ. ഇത്ര ആദരവോട് ഇവർ ഇടുമ്പോൾ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാം? ഈ മണ്ണിൽ 8 പൊട്ടും തിരിയാത്ത 2 പിഞ്ചോമനകളുടെ രക്തം വീണു പാതിരി സാബ്. അതിൻ്റെ പ്രതികാരം ഞങ്ങളുടെ മേൽ വരാതിരിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അതൊരു സത്യ. വിയർപ്പിനും രക്തത്തിനുമൊക്കെ പ്രതികാരമുണ്ടെന്ന് മനസ്സിലായോ? അതുകൂടെ പറഞ്ഞെങ്കിലേ യോഗം പൂർണ്ണമാവുള്ളൂ. അന്യായമായി കൈയടക്കി വെച്ചതിനൊക്കെ പ്രതികാരമുണ്ട്. അന്യന്റെ രക്തം ചൊരിഞ്ഞതിന് പ്രതികാരമുണ്ട്. അർഹതപ്പെടാത്തത് പിടിച്ചു വച്ചാൽ പ്രതികാരമുണ്ട് ദൈവത്തിൻ്റെ. അങ്ങനെയാ. അതിന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, സെറ്റിൽ ചെയ്തോണം. ശരിയല്ലേ? സെറ്റിൽ ചെയ്തോണം. അപ്പൻ്റെ ഇത് സ്വത്തെല്ലാം അടിച്ചു വാങ്ങിയിട്ട് അപ്പന് വെള്ളം കൊടുക്കാതിരുന്ന പ്രതികാരം ഉണ്ടെന്ന്, ദൈവത്തിൻ്റെ പ്രതികാരം. അമ്മയ്ക്ക് അന്നം കൊടുക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലേ പ്രതികാരം ഉണ്ടെന്ന്. അതിനെ വൈകിട്ടിരുന്ന് ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, തീർത്ഥാടനം നടത്തിയാൽ, മെഴുതിരി കത്തിച്ചാൽ ശാപം പോവില്ല എന്ന്. ഇനിയും വേറെ ചില ശാപത്തിൻ്റെ വഴികൾ കേൾക്കണമോ? ഒരു നാട്ടിൽ നമ്മൾ ഈ യാത്ര ചെയ്തൊക്കെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അതിവേഗത്തിൽ വരിക. ചിലപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ കാഞ്ഞിരപ്പള്ളി നല്ല തിരക്കാണ്, വേഗത്തിൽ പിന്നെ വന്നോ. നമ്മുടെ മുമ്പിലൂടെ പോകുന്ന നാശപ്പെർമിറ്റുകാരൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് അയാളുടെ വലിയ അസഹിഷ്ണുതയാണ്. എന്തിനാ ഇയാളിങ്ങനെ ഉരുട്ടുന്നത്? നമ്മൾ 100 വട്ടം ചോദിക്കും. പക്ഷേ നമുക്കുള്ള അന്നം കൊണ്ട് അയാളാണ് പോകുന്നത്. പച്ചക്കറിയാ, മത്സ്യമാ, അരിയാ പോകുന്നത്. നമുക്ക് അന്നം തരാനാ പുള്ളി പോകുന്നേ. എനിക്കത് മനസ്സിലാകത്തുണ്ട്. ഞാനിങ്ങനെ പിടിച്ച് വെട്ടിച്ച് അവനെയും 2 പറഞ്ഞ് ഓടുമ്പോൾ ഞാനങ്ങ് കയറി. പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ട് പുറകെ വന്നവൻ മരണപ്പെട്ടാൽ ഞാനങ്ങെത്തി. പക്ഷെ പുറകെ വരുന്നവൻ്റെ ശാപം, അവൻ്റെ ഭാര്യ വിധവയായിപ്പോയാൽ ഉത്തരവാദിത്വം നമുക്കുള്ളതാ. ഇനിയുണ്ടേ ചില പരദ്രോഹങ്ങൾ. ചിലധരിക്കുന്നത് ദൈവത്തിന്, സ്വന്തം ദൈവത്തിനേറെ ഇഷ്ടം അന്യൻ്റെ ചോരയാണെന്ന് വിശ്വസിച്ച് അവനെ കൊല്ലാക്കൊല ചെയ്യാൻ പോയാലേ എൻ്റെ രാഷ്ട്രീയത്തിനേറെ ഇഷ്ടം പ്രതിയോഗിയെ കൊന്നു കൊല വിളിക്കുന്നതാണെന്ന് ധരിച്ചാലേ ശാപം. മനസ്സിലാവുന്നുണ്ടോ? തീർന്നില്ല. എങ്ങനെയും എൻ്റെ ലാഭം, എൻ്റെ ലാഭത്തിന് വേണ്ടി വീണ്ടും 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 പണം വസൂലാക്കണം. അതിന് ഏത് വഴിയിൽ സ്വീകരിക്കുക? ഓട്ടോറിക്ഷക്കാരൻ ഗതികേട് കൊണ്ടവൻ പണം കടമെടുത്തു. പക്ഷേ ആ കടമെടുത്ത പണത്തിൻ്റെ 10 മടങ്ങ് അടച്ചിട്ടും അവനോട് പിടിച്ചു മേടിച്ച് വീട്ടിൽ അന്നം കൊടുക്കാൻ, ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ, വൈകുന്നേരം ചെല്ലുമ്പോൾ ഒരു മിൽമാപ്പാല് മേടിക്കാൻ ശേഷിയില്ലാതെ അവനങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ പണത്തിനൊരു ന്യായവിധിയുടെ ദിവസം വരുന്നുണ്ടെന്ന്. അന്യായമായ ഇടപാടുകൾക്ക് ഒരു ന്യായവിധിയുടെ ദിവസം വരുന്നുണ്ടെന്ന്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്ന ഒരു കാലം വരുന്നുണ്ടെന്ന്. ഗുണ്ടാപ്പണി ചെയ്യുന്നവനില്ലേ, അവരൻ പറഞ്ഞത് കിട്ടി.
നിന്നോട് ഒരു തരത്തിലും വൈരാഗ്യപ്പെടാത്ത, നിനക്ക് പരിചയമില്ലാത്ത മനുഷ്യനെ അടിച്ചു വീഴിക്കാൻ കാലൊടിക്കണോ കൈയൊടിക്കണോ എന്ന് പറഞ്ഞ് കൊട്ടേഷൻ വാങ്ങിപ്പോയിട്ടേ ആരോഗ്യവും ശക്തിയൊക്കെ കാണിച്ച് അവനെ അടിച്ച് മയക്ക് താഴെ കിട്ട് വീട്ടിൽ വരുമ്പോൾ മനസാക്ഷി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്തിനാ സുഹൃത്ത്, എന്തിനാ അവൻ നിന്നോടൊന്നും പറഞ്ഞില്ല, അവൻ നിന്റെ എതിരാളിയല്ല, ആർക്കോ വേണ്ടി വാങ്ങിയ പണത്തോട് കടപ്പാട് കട്ടിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഒന്നും ചെയ്യാനാവാത്ത ഒരു കാലം വരുന്നുണ്ട്. ഞാൻ അടക്കിയിട്ടുണ്ടൊരു ഗുണ്ടയുടെ ശവശരീരം, ബോധമുള്ള സമയത്ത് കണ്ടിട്ടുമുണ്ട്. സുരേഷൊക്കെ പറഞ്ഞു, വിശ്വാസത്തിൽ വന്നു. അയാൾ തല്ലിയവൻ്റെ കാലൊടിച്ചവൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൂടെ വേദനയോടൊരു കാര്യം പറയുക. ഒരു ടൗണ്, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ആ ടൗണിൽ കൈ നഷ്ടപ്പെട്ട ഒരാളുണ്ട്. നാട്ടിലെ ഏറ്റവും വലിയ കരുത്തനായ ഗുണ്ടയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി, അവൻ്റെ ഒരു കൈ വെട്ടി ഞാൻ കളഞ്ഞു, ഒരു കാലിന് വെട്ടി കിട്ടി. അന്നു മുതൽ ആള് ചട്ടി നടക്കുക, കയ്യുമില്ല, ലോട്ടറി വിൽക്കുക. ഇതെല്ലാം പറഞ്ഞിട്ട് തല്ലിയവൻ്റെ കൊന്നവൻ്റെ കഥകളെല്ലാം പറഞ്ഞിട്ട് പറയുക, സാർ പക്ഷെ കണ്ണടയ്ക്കുമ്പോൾ അവനെ സ്വപ്നം കാണുക, അവൻ വന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക, പ്രതികാരമൊന്നുമില്ലാതെ ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുക, അവൻ്റെ മക്കളെ കാണുക. ക്രൂരതയുടെ നടുവിൽ ഞാൻ ഒറ്റപ്പെട്ടു പോവുക, കണ്ണടക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, എനിക്കൊന്ന് ഉറങ്ങണം, എനിക്കൊരു സമാധാനം കിട്ടണം, എനിക്കൊരു ശാന്തി കിട്ടണം. ഇത്തരം പ്രതിസന്ധിയിൽ അകപ്പെട്ടവനെ രക്ഷിക്കാൻ ഒരു കൗൺസിലിംഗ് വിദഗ്ധനും കഴിയില്ല, ഒരു തരത്തിൽപ്പെട്ട മരുന്നിനും കഴിയില്ല, ഒരു തരത്തിൽപ്പെട്ട സമ്പത്തിനും കഴിയില്ല. ഈ അസ്വസ്ഥചിത്തനെ ചെടിയാ യേശു ഇന്ന് രാത്രി ഈ ബേസൈദ അരികിൽ വന്നതേ. ബേസൈദയ്ക്ക് ചുറ്റും കിടക്കുന്നവന്റെ മനോരഥങ്ങൾ ഇതാ. ആര് രക്ഷിക്കും, ആര് സഹായിക്കും, എവിടെ വിടുതൽ കിട്ടും? ഈ വേദനിക്കുന്നവനെ നോക്കി യേശു വന്നിട്ട് പറയാ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് വിടുതൽ പ്രാപിക്കാൻ മനസ്സുണ്ടോ? ഉദ്ധരിക്കപ്പെടാൻ മനസ്സുണ്ടോ? നിന്നെ ഒന്ന് സുഖപ്പെടുത്താനാ ഈ സുവിശേഷം. ഇങ്ങനെ തകർന്നടിഞ്ഞവനെ ജീവിതത്തിന്റെ തരിശൂവയിൽ നിന്ന് കരം നീട്ടി പിടിച്ചു പൊക്കാൻ കരുത്തുറ്റ നസ്രായനായ യേശുവിനെ ചൂണ്ടിക്കാട്ടിയ ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്, അതാ അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പറഞ്ഞ അനുഭവം ഒരു പോലീസിനോട് പറഞ്ഞാൽ നീ അകത്താവും, അല്ല നമ്മളോട് പറഞ്ഞാൽ പോലും അത് പോലീസിനെ അറിയിക്കണമെന്ന നിയമം, അതൊക്കെ രാജ്യ നിയമം. പക്ഷെ നിന്റെ കുറ്റം കണ്ടിട്ടേ നിന്നെ ക്രൂശിക്കാതെ, നിന്നെ ജയിലിലടയ്ക്കാതെ നിനക്ക് കാരുണ്യം തരുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. യേശുവിൻ്റെ കാരുണ്യം ആസ്വദിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും പറയട്ടെ, മദ്യം തകർത്ത എത്ര ജീവിതങ്ങൾ, മയക്കുമരുന്ന് തകർത്ത എത്ര ജീവിതങ്ങൾ, അപ്രതീക്ഷിതമായി ആരംഭിച്ചതാ പലതും. വാഹനമോടിക്കുന്ന സാധാരണ മനുഷ്യർ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ ചെറിയ പലിശക്കൊക്കെ കടമെടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ജീവിതം വളരെ ഗതിമുട്ടിയിരിക്കുക. സ്കൂളിന്റെ പരിസരത്തൊക്കെ ചെറിയ കടകൾ നടത്തുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടൊരു ബോർഡ്, പുകയില ഉൽപ്പന്നങ്ങളൊന്നും ഇവിടെ വിൽക്കുന്നില്ല. നമ്മുടെ അത്തരം കടക്കാരുണ്ട്, അവർക്കും മക്കളുണ്ടെന്നുള്ള ചിന്തയിൽ ഇത്തരം ലാഭം വേണ്ട എന്ന് കരുതി പാൻപരാഗും അനുബന്ധ ഉൽപ്പന്നങ്ങളുമൊക്കെ നിരാകരിച്ചിട്ട് നഷ്ടം വന്നാൽ വന്നോട്ടെ എന്നോർത്ത് ഈ നാടിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ചെറുകിട വ്യാപാരികളുണ്ട്. അവരെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് ഇതാ ഒരുപറ്റം മദ്യലഹരിയുടെ ലോബി കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുക, ചില ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുക, സിനിമാ നടന്മാരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ അവർ കാട്ടിക്കൂട്ടുന്നു. ഈ പ്രതിസന്ധിയുടെ നടുവില് ഇങ്ങനെ അകപ്പെട്ടു പോയി കുടുംബം നശിച്ച എത്ര ആളുകളുടെ ചരിത്രമുണ്ട്. ഇതിന്റെ മറ്റൊരു വേർഷന നമ്മളിന്ന് കാണുന്ന ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ പണം ചിലവഴിച്ചിട്ടേ, പബ്ജി കളിച്ചിട്ടേ, ഗെയിം കളിച്ചിട്ടേ ഭൂമിയും വരവും വസ്തുതകളും പണവും ബാങ്കിലെ അക്കൗണ്ടും പണമൊക്കെ എടുത്ത് ചിലവഴിച്ചേ ദരിദ്ര നാരായണന്മാരായി തീർന്ന ചെറുകുട്ടികൾ അവരിപ്പലരും ആത്മഹത്യ ചെയ്യുക. എന്താണ് കാരണം? അസ്വസ്ഥത. ഇതാണ് ഈ ബേസൈദയ്ക്ക് ചുറ്റും കാണുന്നത്. ഒരു ഭാഗത്ത് വിലപേശി ലാഭ കണ്ണുകളിൽ മാത്രം കണ്ണു നട്ട് കഴിയുന്ന കാപാലികന്മാർ ഒരു വശത്ത്, അപ്പുറത്ത് ഇവരെ സ്വാധീനിക്കാൻ കഴിയുന്ന അധോലോക സംഘങ്ങൾ മറുവശത്ത്, ഭക്തിയുടെ വ്യവസായം തടച്ചു വളയത്തക്കവണ്ണം അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർ മറ്റൊരു വശത്ത്, ഇതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ അധികാരങ്ങൾ മറ്റൊരു വശത്ത്. ഈ അധോലോകം ഭേദിച്ചുകൊണ്ട് ഇതിനകത്ത്
ഇതിനകത്തൊന്നും ഒരു ശുദ്ധീകരണവും മാറ്റവും വരുത്താൻ പെട്ടെന്നൊന്നും ആർക്കും സാധിക്കയില്ല. കാരണം ആ സെറ്റപ്പ് വലുതാ. നീ ആക്രമിക്കപ്പെടും, നീ ഒറ്റപ്പെട്ടു പോകും. ഇത്തരം സ്ഥിതികളെ തകർക്കാൻ കഴിയില്ലെന്നേ. നിങ്ങൾ ഒരു മദ്യലോബിയെ കുറിച്ച്, മയക്കമരുന്ന് ലോബിയെ കുറിച്ച്, അതിന്റെ വിറ്റഴിക്കുന്ന ഇടങ്ങളെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്ക്, നിങ്ങൾ കൊല ചെയ്യപ്പെടുന്ന സ്ഥിതി വരും. അത് ഏറ്റെടുക്കുന്ന സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രതിസന്ധി വരും. കാരണം അധോലോകം അത്ര ശക്തമാ. അങ്ങനെ എത്ര എത്ര കുടിലുകൾ നശിച്ചു, കുടുംബങ്ങൾ നശിച്ചു, എത്ര സ്ത്രീകൾ അനാഥരായി, എത്ര പേർ വിധവമാരായി. നമുക്കറിയാം രാജ്യത്ത് നിയമം മൂലം നടക്കുന്ന ഇത്തരം കാര്യങ്ങളുണ്ട്. ഉദാഹരണം, ഒരു ബാറ്, ആ ബാറ് നിയമമൂല്യമാണ്. നിങ്ങൾക്ക് നിശ്ചിത തുക ഗവൺമെൻറ്റിന് അടയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ ആ നോംസ് എല്ലാം പാലിച്ചാൽ അതിന് ലൈസൻസ് കിട്ടും. നിയമപ്രകാരം അത് ആർക്കും അവിടെ കയറി മദ്യപിക്കാം. അപ്പോൾ അവർ ഈ മദ്യപിക്കുന്ന, അവിടെ കയറി കുടിക്കുന്ന ആളുകൾക്കും കൊടുക്കുന്ന ആളിനും അറിയാം ഇത് വിഷമാണ്, മോശമാണ്. നോക്കി നിൽക്കേ, ഇത്തരം ആളുകൾ കോടീശ്വരന്മാരാകുന്നു, കരുത്തരാകുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മദ്യശാല നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട എത്ര എത്ര മനുഷ്യന്. ആ മദ്യം കുടിച്ചിട്ട് കെയർലെസ്സായി ഡ്രൈവ് ചെയ്തിട്ടേ ആ വണ്ടി പോയി ഇടിച്ചിട്ട് മരിച്ചു വീഴുന്ന നിരപരാധികൾ, സ്കൂൾ ബസ്സൊക്കെ ഓടിക്കുന്ന ചെറുപ്പക്കാര് ഇത്തരം മദ്യം കഴിച്ചിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അപകടത്തിൽപ്പെടുത്തി എത്ര എത്ര വാർത്തകൾ നമ്മൾ നിരന്തരം കാണുക. അപ്പോൾ ഇതിന്റെ ഒരു പരോക്ഷ ഉത്തരവാദിത്വം താങ്കൾക്കുമുണ്ട്. പിഞ്ചോമനകളുടെ ജലം പാലത്തിന്റെ അടിയിൽ നിന്ന് ഈ വെള്ളത്തിൽ നിന്നൊക്കെ വലിച്ചെടുത്ത് വെക്കുമ്പോഴേ നാളെ എഞ്ചിനീയർ ആകേണ്ട, ഡോക്ടർ ആകേണ്ട, അമ്മയോടും അപ്പനോടും ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കേണ്ട ഈ പിഞ്ചോമനകളെ മദ്യപാനി ലക്ഷ്യം തെറ്റിച്ച് ഈ വെള്ളത്തിൽ ചാടിച്ചു കൊല്ലുമ്പോഴേ ബാർ മുതലാളിക്കുമുണ്ടൊരു ഉത്തരവാദിത്വം, മദ്യം ഉണ്ടാക്കിയവനുമുണ്ടൊരു ഉത്തരവാദിത്വം, അത് കുടിച്ചവനുമുണ്ടൊരു ഉത്തരവാദിത്വം. ഒരു ശാപം നിന്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഈ ശാപത്തിന്റെ കണങ്ങളെ മുഴുവൻ തകർത്ത്, അതിന്റെ അടിത്തറകളെ തകർത്ത് നിനക്കൊന്ന് രക്ഷപ്പെടണമോ, ചിലതരം ലാഭം വേണ്ടെന്ന് വെക്കാൻ, അത് വേണ്ട എന്ന് നിരാകരിക്കാൻ ഒരു ബോധം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ചീട്ടുകളിയുടെ മദ്യപാനത്തിന്റെ മനുഷ്യജീവിതങ്ങളെ അനാഥമാക്കിയ 100 തിന്മകൾ പെരുകുന്ന ഈ ബെഥെസ്ദ കുളത്തിന്റെ അരികിൽ വന്ന് ആരെങ്കിലും നിന്നാൽ ഒരു ചൂഷണം ഉറപ്പാ. ഇവിടെ വിടുതലുണ്ട്, സൗഖ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റടി ഒരു സർവ്വസാധാരണമാ. അവിടെ യാചകർ കിടപ്പുണ്ട്, പോക്കറ്റടി ലോബി കിടപ്പുണ്ട്, കഞ്ചാവ് ലോബി കിടപ്പുണ്ട്, MDMA വിൽക്കുന്ന ആളുകൾ നിൽപ്പുണ്ട്, പ്രാകൃതങ്ങളായ അനവധി മദ്യങ്ങൾ വിൽക്കുന്ന ആളുകൾ കിടപ്പുണ്ട്. വാക്കിലറ്റങ്ങളുടെ, മത്സരത്തിന്റെ, അധാർമികതയുടെ ബുദ്ധികൾ പ്രവർത്തിക്കുന്ന ആ മണ്ഡലത്തെ പൊളിച്ചടക്കാൻ ചിലപ്പോൾ സർക്കാരുകളുടെ പ്രതിരോധത്തിന് പോരാ എന്ന് വരും. ചില ഘട്ടങ്ങളിൽ ഒത്തുചേർന്ന് സന്നദ്ധ സംഘടന പ്രവർത്തിച്ചാൽ പോരാ എന്ന് വരും. കാരണം അവരത്ര ശക്തരാ, അവരത്ര കരുത്തരാ. പക്ഷേ ഇതൊന്നും ഭയമില്ലാത്ത ഒരുത്തനെയാ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചേ. ഏത് അധോലോകത്തിന്റെ നടുവിലും അച്ചകൂനിപ്പടകളെ തകർത്തുകൊണ്ട് അതിനുള്ളിലേക്ക് ഇരമ്പിക്കയറി വലിയ യുദ്ധം സൃഷ്ടിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രന് ഈ അധർമ്മത്തിന്റെ കോട്ടകളെ ഇടിച്ച് ജയം പ്രഖ്യാപിക്കാൻ കഴിയുമെങ്കിൽ അവിടുത്തെ ജയക്കൊടി ഉയർത്തിക്കൊണ്ട് സുവിശേഷത്തിന്റെ വൈജയന്തികൾ പാറിക്കളിക്കുന്ന മനോഹാരിതയിലേക്ക് ഈ ബെഥെസ്ദയെ പരിവർത്തനം ചെയ്തെടുക്കാൻ കഴിയുന്ന സർവകൃപാലുവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ ഒന്നുകൂടി ഉയർത്തിട്ട് പറയാം. ഇത്തരം മ്ലേച്ഛതകളെ, ഇത്തരം അനീതികളെ, ഇത്തരം അധർമ്മങ്ങളെ കടക്കൽ കത്തിവെച്ചെറുക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ സന്ദേശത്തിന്റെ പേര് സുവിശേഷം. ആ സുവിശേഷം ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് വിടുതല, അത് രോഗശാന്തിയാ, അത് മദ്യപാനത്തിൽ നിന്നുള്ള അതിജീവനമാ, അത് തകർച്ചയിൽ നിന്നുള്ള ഉന്മേഷമാ. ഇതുവരെ ആർക്കും കിട്ടാത്ത ആ വലിയ ദൈവപ്രവൃത്തിക്ക് ആർക്കിന്ന് തങ്ങളെ തന്നെ സമർപ്പിക്കാം. ഞാൻ ഒരു സാക്ഷ്യം പറയിപ്പിച്ച് ഉപസംഹരിക്കാം. കുടിച്ചു ബോധം കെട്ട് തകർന്ന മനുഷ്യനെ, ജീവിതത്തിൽ വിടുതലില്ലാത്ത ആളുകൾക്ക് ഇത് നടക്കുന്ന ബോധവൽക്കരണം ഒന്നും പോരാ. എൻ്റെ മകൻ കലാലയത്തിലെ NSSൻ്റെ ഒരു പ്രവർത്തകനാണ്. കുട്ടികൾക്കിടയിലുള്ള പ്രവർത്തനം അറിയാമല്ലോ, നാഷണൽ സർവീസ് സ്കീം. അപ്പോൾ അവർ ലഹരിക്കെതിരെ ഒരു നാടകം, തെരുവ് നാടകം നടത്തുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു നാടകമുണ്ട്, അഭിനയിക്കാൻ പൊക്കോട്ടെ. ഞാൻ അനുവദിച്ചു. അവനത് നല്ല ഭംഗിയായിട്ട് പോയിട്ട് അവതരിപ്പിച്ചു, വീഡിയോ പിടിച്ചു. ഒരു നല്ല സജീവമായി ഇതെല്ലാം ചെയ്യുന്ന ഒരു സാറായിരുന്നു അതിൻ്റെ സംഘാടകൻ. ആ കുഴപ്പമില്ല, അധ്യാപകരും കുട്ടികളൊക്കെ ഉണ്ടോ. ഇവിടെ എല്ലാം പിരിഞ്ഞ് ഇവൻ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത സാറ് അടിച്ച് വീലൂരി കറുകച്ചാലി നിൽക്കുന്നു. അവൻ കയ്യോടെ പിടിച്ചെന്നാണ് പറഞ്ഞു. മോൻ എൻ്റെ അല്ലേ, പിടിക്കാതിരിക്കുമോ, ഇനി ഈ പണിക്ക് എന്നെ വിളിച്ചേക്കല്ലെന്ന് പറഞ്ഞു. ഇവിടെ തൻ്റെ ഈ ബോധവൽക്കരണം കൊണ്ട് എന്തോ പ്രയോജനമുണ്ട്? വല്ല ഗുണമുണ്ടോ? വല്ല പ്രയോജനം ഉണ്ടോ? ഇതല്ലേ പ്രഹസനം. ഇത് പറയുമ്പോൾ ഒരു മാന്യദേഹം ഒരു സംഘടന രൂപീകരിച്ച് ബോധവൽക്കരണം നടത്തുക, രാഷ്ട്രീയ പാർട്ടിയാണ്.
ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴെ എഴുതി, നിങ്ങളുടെ ഈ പാർട്ടിയിൽ അത് MLA എന്നുള്ളതല്ല, ഈ കൈവിരലെ എണ്ണി തീർക്കാം, ഒരു കൈ മതി എണ്ണി തീർക്കാം. നിങ്ങളുടെ ഈ പാർട്ടിയിലൊരു MLA ഉണരുന്നത് തന്നെ ഈ ചാരായത്തി മുഖം കഴിയുക, പേരും പറഞ്ഞു പരോക്ഷമായിട്ട്. ഇതിവിടെ തീർക്കാൻ കഴിയാത്ത നിങ്ങളെങ്ങനെ നാട്ടിൽ പോയി ബോധവൽക്കരണം നടത്തുക? ക്ഷമിക്കണം. ഇത്തരം ചർച്ചകളിലൊക്കെ പലപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട പുരോഹിതന്മാരും ബിഷപ്പുമാരും ഒക്കെ പോകും. നിങ്ങൾ പോകാൻ പാടില്ല, അച്ഛന്മാരൊന്നും ഇതിന് പോകില്ല. പോകേണ്ടത് ഞങ്ങളാണെന്ന് പറയാൻ കാരണമുണ്ട്. പറ്റുമോ ഇടവകയിൽ നിന്നൊരു കുടിയനെ മുടക്കാൻ ധൈര്യമുണ്ടോ? ഇടവകയെ ബാറ് നടത്തുന്നൊരു മുതലാളിയുടെ പണം വേണ്ട, നിനക്ക് അംഗത്വം തരില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെ ഞാൻ ആ പുള്ളിയുള്ള ഇടവകയെ ശുശ്രൂഷിക്കില്ല, ഇതേലും പറഞ്ഞാൽ മതി, അവനോട് ഇരുന്നോട്ടെ. അതെങ്ങനെ പറ്റും? 50 മുത്തുക്കുട, അമ്പാരിയോ ആനയൊക്കെ സ്പോൺസർ ചെയ്യുന്ന അവനായിരിക്കും. ക്രിസ്മസിന് ഈ വീണ്ടും ഇതെല്ലാം പെയിൻ്റ് അടിച്ച് റെഡിയാക്കുന്ന അവനായിരിക്കും. അപ്പോൾ ഇവൻ്റെ സ്പോൺസർഷിപ്പിൽ ക്രിസ്മസ് നടന്ന ചാരായം മണക്കുന്ന ക്രിസ്മസ് ആസ്വദിക്കുന്നവനല്ല യേശു. ആണ് ഇവൻ 50 കുടുംബത്തെ തകർത്ത. ഞാനിനി ഒന്നുകൂടെ പറയാം, ക്ഷമിക്കണത് പറയുന്നതിൽ. ഈ പെന്തക്കോസ്ത് സഭകളിൽ അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഒന്ന് വീശുന്നവനുണ്ടാവും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവനെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ അവനകത്തില്ലെന്നേ ഉറപ്പല്ലേ ആ കാര്യം? ഉറപ്പ് കേസാണ് ഇത്. ഞാനല്ല, ശ്രീധരൻപിള്ള സാറ് പറഞ്ഞ നമ്മുടെ ഗോവ ഗവർണർ അല്ലേ? നിങ്ങൾ പരിശോധിച്ച് നോക്ക്, നിങ്ങൾ പഠിച്ചു നോക്ക്. മദ്യത്തോടും മയക്കുമരുന്നിനോടും അടിസ്ഥാനപരമായി കലഹിച്ച് ഒരു നിലപാട് രൂപീകരിച്ച സമൂഹമാണ് നമ്മൾ. ശരിയാണോ? അപ്പം ഈ അവസ്ഥ ഇങ്ങനെ പോയിട്ട് ഇവർ രാത്രി വെളുക്കുന്നിടം വരെ ഇരുന്നുകൊണ്ട് മദ്യനിരോധനം. ഇനി വേറെ ചില കോമഡികളുണ്ട്. കൂട്ടയോട്ടം മദ്യത്തിനെതിരെ. ഉണ്ടാക്കത്തുനിന്ന് ചോറ്റി വരെ 50 പേര് ഓടുന്ന കണ്ടിട്ട് ആരെങ്കിലും കൂടി നിർത്തുമോ? ആ കുഞ്ഞുങ്ങൾ ഓടിയതല്ലേ. എനിക്ക് അവൻ്റെ ഓട്ടം കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ കളഞ്ഞു. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ബോധവൽക്കരണം, പോട്ടയിലെ ധ്യാനം, മറ്റൊരിടത്തെ യോഗം, ഉപവാസ പ്രാർത്ഥനയിൽ ആവേശം കയറി കൂടി നിർത്തൽ, ഇതൊന്നുമല്ല കാര്യം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പ്രിൻസിപ്പാസ് ഉണ്ടല്ലോ, ഞങ്ങൾ ക്ലാസ്മേറ്റ്സാണ്, കോളേജിൽ ഒന്നിച്ച് പഠിച്ച. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മനുഷ്യനോട് സുവിശേഷമെല്ലാം പറഞ്ഞ് പുള്ളി വിശ്വാസത്തിലൊക്കെ വന്നു. ആദ്യം ഈ കുടി നിർത്തിയവന് മറ്റുള്ളവരെല്ലാം ഭയങ്കര വൈരാഗ്യം പോലെ സാക്ഷി പറയുന്നത്. മദ്യത്തിൻ്റെ ദോഷമെല്ലാം വിളിച്ച് പറഞ്ഞ് അടിച്ചു തകർത്ത്. ഇപ്പം ഞാനിത്തരം ആളുകളെ കാണുമ്പോഴേ മനസ്സിലാകും ഇത് അധികം നാളൊന്നും നീണ്ടു നിൽക്കുന്ന സംഭവമല്ല. ഈ ആവേശം അതൊക്കെ തീരും. ഇവൻ എന്നോട് പറയുക, ദൈവാസനെ എന്നെയും പഴയ കൂട്ടുകാരെ കാണാനും ആ ബാറിൻ്റെ മുമ്പിലൂടെ വരുമ്പോൾ അങ്ങോട്ട് കയറാനും ഒക്കെ എനിക്ക് പ്രേരണ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കതിന് നേരമൊന്നുമില്ല. നീ ബാറിൽ കയറുന്നുണ്ടോ? നിനക്ക് പ്രേരണ വരുന്നുണ്ടോ? ഇതൊന്നും എൻ്റെ പണിയല്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. ഞാൻ ആരെങ്ങളെ നോക്കി പോവാ. ഇതെന്നെ ഇവൻ്റെ പറയാൻ കാണുന്നറിയോ? ഇവൻ്റെ ഇത് മാനസാന്തരമല്ല. മാനസാന്തരം വന്നവൻ എന്ത് പറയും? ബാറ് അവിടെ ഇരിക്കട്ടെ. ഉരച്ചു പൊന്തുന്ന മദ്യം കണ്ടിട്ട് അവൻ അതിനോട് പറയും, പണ്ടേ ഞാൻ നിന്നെ കളഞ്ഞതാ. നീ എത്ര പൊരുതിയാലും എന്നെ തോൽപ്പിക്കാൻ പറ്റാത്ത വേറൊരു ലഹരി ഈ തിരാനരമ്പുകൾ ഓടുന്നുണ്ട്. നസ്രയനായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. ജീവിതത്തിൽ തോറ്റുപോയ മനുഷ്യരുണ്ടെങ്കിലേ, അങ്ങനെ പല ആവർത്തി പരാജയപ്പെട്ടവരുണ്ടെങ്കിലേ, ഒരു ബദൽ ലഹരി സൃഷ്ടിക്കണം ഇന്ന് ആ ശരീരത്തിൽ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാൻ അധികാരമുള്ള യേശുവിനെ സാക്ഷി നിർത്തി പറയാ, ഇന്ന് നിനക്ക് വിടുതലാ, ഇന്ന് നിന്റെ രക്ഷയാ. അത് നാളേക്ക് മാറ്റിവെക്കണ്ട. ഇന്ന് രക്ഷ പ്രാപിക്കുന്ന ദിവസമാ. ഇന്ന് ദൈവസാന്നിധ്യം അടിമുടി മാറ്റിമറിക്കുന്ന ദിവസമാ. ഹല്ലേലൂയ. അപ്പോൾ ഈ ബേത്സയിദ ഇത്യാദി ദുരൂഹതകളുടെ ഒട്ടേറെ ഇടപെടലുകളുടെ വ്യവഹാര ഭൂമിയാണ്. അവിടെ അനേകരുണ്ടെങ്കിലും യേശു അടുത്തേക്ക് വന്നു.
അവനെ കണ്ടു, കാര്യമൊക്കെ അറിഞ്ഞു. എന്നിട്ട് അവൻ പറയുന്നത്, ലാസ്റ്റ് 38 years I was here. Nobody is here. എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പ്രവണതകൾ ഇതാ. ഇതിൽ നിന്നാണ് ഭാഷയിൽ ഒരു ഇഡിയം തന്നെ രൂപപ്പെട്ടു. ലെയിം എക്സ്ക്യൂസ്, മുടന്തൻ ന്യായം. ഇങ്ങനെ രൂപപ്പെട്ടതാ ഈ മുടന്തൻ ന്യായം എന്ന പദം. ചിലക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ല, മുടന്തൻ ന്യായം. ഇത് ഈ വാക്യത്തിൽ പ്രയോഗിക്കാൻ പണ്ടങ്ങാണ്ടൊരു കൊച്ചിന് വന്നപ്പോൾ എഴുതുക, ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മുടന്തൻ ന്യായം പറയുന്നത് കേട്ടു എന്ന്. മനസ്സിലായില്ലേ? ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മുടന്തൻ വഴിയിലിരുന്ന് ന്യായം പറയുന്നത് കേട്ടു. അങ്ങനെ മുടന്തൻ പറയുന്ന ന്യായമല്ലിത്. ഇയാൾ 38 വർഷത്തെ കഥ പറഞ്ഞ് ഉത്തരവാദിത്വം ചെയ്യാതെ മാറുന്ന അവസ്ഥയാ ഈ മുടന്തൻ ന്യായം. മാത്യു പി സാറേ, ഈ മാസത്തിന് വരാത്ത പാസ്റ്റർ വന്നൊരു കാര്യം പറയുമല്ലോ, അതാ മുടന്തൻ ന്യായം. കഴിഞ്ഞ ആഴ്ച സഭായത്തിന് വരാത്ത ഒരു ആൻറ്റി വന്നൊരു കഥ പറയുമല്ലോ, അതാ മുടന്തൻ ന്യായം. ചുറ്റുപാടുള്ളത് വന്നില്ലെന്ന്. ആടിനെയൊക്കെ ഇട്ടേച്ച് എങ്ങനെ വരുന്നത്? ആടാണോ എക്സ്റേ പോലൊരു സാധനം? അതുകൊണ്ട് സഭായത്തിന് വന്നില്ല. ദിസ് ഈസ് കോൾഡ് ലെയിം എക്സ്ക്യൂസ്, മുടന്തൻ ന്യായം. പിടികിട്ടിയ 38 വർഷം. ഇനി ഇവൻ പറയുന്നതിലൊന്നും ആത്മാർത്ഥം ഇല്ലെന്നേ. ഇനി ഇതൊക്കെ നേരാണെങ്കിൽ ഉരുണ്ട് ചെന്നാലും വീണാൽ മതി. എങ്ങനെയെങ്കിലും ഉരുണ്ടുകൊണ്ട് കരക്കിരിക്കണം. 38 വർഷത്തെ അവൻ്റെ സർവീസല്ലേ. അവന് ടൈം അറിയാമല്ലോ, അവൻ ആ രീതി കാലം പറയാമല്ലോ, ശൈലി കാലം പറയാമല്ലോ, എന്തു വേണം എങ്ങനെ വേണമെന്ന് അറിയാമല്ലോ. അവനും ഇതിനോടങ്ങ് പൊരുത്തപ്പെട്ടെന്ന്. കാലാവസ്ഥയോട്, സ്ഥിതിയോട്, പ്രതിസന്ധിയോടെ ഇവനും അങ്ങ് രൂപപ്പെട്ടു. അവനും ചില ലാഭങ്ങളുണ്ട്. അവൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നവൻ കളയുന്നതെല്ലാം അവൻ ശേഖരിച്ച് വെച്ചിരിക്കുക. ഇതാർക്ക് വേണ്ടിയാണെന്നൊരു പിടിയില്ല. വലിയ ഭാണ്ഡക്കെട്ട് അവൻ്റെ കയ്യിലുണ്ട്. ആരൊക്കെയോ വലിച്ചെറിഞ്ഞ ആക്രികളുടെ സാമ്രാജ്യത്തിൽ അവനിങ്ങനെ കഴിയുക. അവനിത് വലിയ സുഖമായിട്ട് തോന്നുക, വലിയ സന്തോഷമായിട്ട് തോന്നുക. അവനിതേക്കുറിച്ച് സകലതും അറിയാം, എന്ത് ചോദിച്ചാലും അറിയാം. സൗഖ്യം മാത്രമില്ല. ഈ പശ്ചാത്തലത്തിൽ യേശു വന്നിട്ട് ചോദിക്കുക, ഇതൊക്കെ വിടുകുഞ്ഞേ, ഇതൊക്കെ മാറ്റിയിട്ട് ഒറ്റ ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം. യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ എല്ലാം പ്രത്യേകത യെസ് ഓർ നോ. ഈ ആൻസർ വേണം. ഈ ആൻസർ കേട്ടിട്ടേ പോളൂ. അല്ല ആദ്യം പറഞ്ഞാൽ ഉത്തരവുണ്ടാവില്ല. യേശു ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒറ്റ ചോദ്യം. ആ ചോദ്യമായി സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രി ഞങ്ങൾ ഈ ഗ്രാമത്തോട് ചോദിക്കുന്നത്. മദ്യത്തിൽ നിന്ന്, ജീവൽ തകർച്ചയിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് ഒന്ന് കരകയറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം പരാജയം. ഇതുവരെ ജീവിതത്തിന് ഒരു മുന്നേറ്റമില്ല. വൈരാഗ്യത്തിന്റെ പകയുടെ ഹൃദയം കിട്ടടങ്ങി. എനിക്ക് സംശുദ്ധ ഹൃദയം വേണം. കുറ്റബോധത്തിന്റെ ജീവിതം മാറി. എനിക്ക് സ്വാതന്ത്ര്യം വേണം. സൗഖ്യമില്ലാത്ത അവസ്ഥ മാറി. എനിക്ക് ആനന്ദം വേണം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാനൊരു വിടുതലായി കാത്തിരിക്കുന്നു. എൻ്റെ ജനത്തിന്റെ വിടുതൽ, ദേശത്തിന്റെ വിടുതൽ, അയൽക്കാരന്റെ വിടുതൽ, സമൂഹത്തിന്റെ വിടുതൽ. ആര് കാത്തിരിക്കും? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നിവിടെയുണ്ട്. ഞങ്ങൾ അനുഭവിച്ച മഹത്തരമായ ഈ സന്തോഷം ഈ നാടിനോട് പങ്കിട്ട് ഉപസംഹരിക്കട്ടെ. നാളെയും നിങ്ങൾ യോഗത്തിന് വരണം. യേശുക്രിസ്തു എന്ന അനന്യസാധാരണ വ്യക്തിത്വം എങ്ങനെയാണ് ഇഹലോകത്തിൽ പ്രവർത്തിച്ചത്, അവിടുന്ന് പുനരാഗമിക്കാൻ പോകുന്ന സംഭവങ്ങളോടനുബന്ധിച്ചുള്ള ചരിത്ര വസ്തുതകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവചന വിഷയങ്ങൾ നാളെ രാത്രി പ്രസംഗിക്കുവാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങി വരും. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാളെ നമ്മൾ വരാതെ പോയെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഇഹലോകം വിട്ടു പോകാനുള്ള അവസാനത്തെ വിളി വന്നെങ്കിൽ, അതല്ല യേശുവിന്റെ പുനരാഗമനം സംഭവിച്ചെങ്കിൽ ഒരു ബാധ്യത നമ്മുടെ ഇരുവരുടെയും മീതെ കിടക്കാതിരിക്കാൻ ഒറ്റ ചോദ്യം. ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതുകൊണ്ട് 2000 ആണ്ടുകൾക്കപ്പുറത്ത് കാൽവരുടെ കൊലമരത്തിൽ മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിണിത ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ പുണ്യാക രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ മോചനത്തെ കരഗതമാക്കാതെ, ആ രക്ഷയെ കരഗതമാക്കാതെ ഒരാളെങ്കിലും ഈ രാത്രി സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഈ രക്ഷയ്ക്ക് കാരണഭൂതനായവനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ആർക്കൊണ്ട് ധൈര്യം, ആർക്കൊണ്ട് മനസ്സ്, ആർക്കൊണ്ട് സമർപ്പണം? ആ സമർപ്പണമുള്ളവരെ ഈ രാത്രി ദൈവം തൊടട്ടെ. ആ സമർപ്പണമുള്ളവർ അകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വിടുതലും അനുഗ്രഹമാകട്ടെ. ഇവിടെ പ്രസംഗിക്കപ്പെട്ട വചനം ഈ ഗ്രാമത്തിന് സന്തോഷമാകട്ടെ, ഈ ഗ്രാമത്തിന് ഊർജ്ജമാകട്ടെ. തിന്മകളോടും അധർമ്മങ്ങളോടും പടപൊരുതിക്കൊണ്ട് ബെഥെസ്ദയുടെ മീതെ വ്യാപരിച്ച ഇരുട്ടിന്റെ ശക്തികളോട് പോരാടി സർവ്വസനാതനനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ രാത്രി ഇവിടെ ജയിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു.